നമ്മൾ വീണ്ടും ഒരു സുപ്രഭാതം, ഹാപ്പി മോർണിംഗ് തന്നെയാണ്. പുതിയൊരു തുടക്കം, ഈ മാസത്തിലെ ആദ്യത്തെ ക്ലാസ്. അത് ശരിക്കും ഒരു മത്സരം വിജയിക്കാൻ വേണ്ടിയിട്ട്, ഒരു മത്സരബുദ്ധി ഹെൽപ്ഫുൾ ആകുന്നത് എപ്പോഴും ശരിക്കും ഹെൽത്തി ആയിട്ടൊരു മത്സരം, ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മത്സരം. നമ്മളുടെ ഇവിടുത്തെ മത്സരം ടു ഡു ബെറ്റർ ദാൻ യെസ്റ്റർഡേ. ഇന്നലെ ചെയ്തതിനേക്കാൾ ബെറ്റർ ആകണം, ഇന്നത്തേതിനേക്കാൾ ബെസ്റ്റ് ആവണം എന്നാണ്. അങ്ങനെ നമ്മളുടെ ഉള്ളിലുള്ള നമ്മളെ തന്നെ ദ ബെസ്റ്റ് ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ട്രഗിൾ. അപ്പൊ ഇതിൽ ആരെയും പിന്നിലാക്കണം എന്നുള്ളൊരു വാശിയല്ല, നമുക്ക് ശരിക്കും സ്വയം ഇന്നലത്തെ നമ്മളെ പിന്തള്ളിക്കൊണ്ട് ഇന്നിലൂടെ കടന്ന് നാളെ ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മീ അത് പുറത്തു വരണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തയ്യാറെടുപ്പിക്കുന്നതാണ് ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇതില് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് അല്ലെങ്കിൽ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ന്യൂട്രിചാർജ് വുമൺ ആണ്. ന്യൂട്രിചാർജ് വുമൺ എന്തുകൊണ്ടെന്നാൽ സ്ത്രീയാണ് ശക്തി. സ്ത്രീ ഇല്ലാതെ, സ്ത്രീയുടെ ശക്തി ഇല്ലാതെ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പ് തന്നെ നടക്കില്ല. ഏതിലാണെങ്കിലും ജീവജാലങ്ങളുടെ അനന്തര തലമുറ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ഘടകം, സ്ത്രീയും പുരുഷനും രണ്ട് ജാതി അല്ലെങ്കിൽ മനുഷ്യനെ ആയാലും മൃഗങ്ങളെ ആയാലും സസ്യങ്ങളെ ആയാലും എവിടെയും സ്ത്രീ ഉണ്ടെങ്കിലേ പ്രജനനം നടക്കുകയുള്ളൂ. അപ്പൊ സ്ത്രീയുടെ ശരീരം പല ഘട്ടങ്ങളിലായിട്ട് ആവശ്യപ്പെടുന്ന പല സമ്പൂർണമായിട്ടുള്ള കാര്യങ്ങൾ, അത് ശരിക്കും ഗ്രോത്തിന്, ഡെവലപ്മെന്റിന്, മെയിൻ്റനൻസിന്, ഇതിനെല്ലാം ആവശ്യമായ ഘടകങ്ങൾ കൃത്യമായിട്ട് ശരീരത്തിൽ ഉണ്ടാവണം. അപ്പൊ എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പോഷക തത്വങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒരു പെൺകുട്ടി സ്ത്രീയായി മാറി ആ സമയം മുതൽ ആ ഒരു ശരീരം പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. എപ്പോഴാണ് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പോഴൊന്നും തുടങ്ങിയില്ല, നമുക്ക് ഫീൽ ചെയ്തില്ല, അതൊന്നും വേണമെന്ന് തോന്നിയില്ല എങ്കിൽ കറക്റ്റായിട്ടൊരു സ്റ്റാർട്ടിങ് ആ സ്ത്രീ പ്രഗ്നന്റ് ആവാൻ എപ്പോഴാണോ പ്ലാൻ ചെയ്യുന്നത്, അടുത്ത തലമുറയെ ക്യാരി ചെയ്യാൻ, ഗർഭം ധരിക്കാൻ തയ്യാറാവുന്നത് എപ്പോഴാണോ അവിടെ മുതലാണ് ശരിക്കും പോഷക തത്വങ്ങളുടെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കി ചെയ്തു തുടങ്ങേണ്ടത്. കാരണം വളരെ വലിയ മാറ്റം ആ ശരീരത്തിൽ വരാൻ പോകുന്ന അടുത്ത തലമുറയ്ക്ക് യാതൊരു കുറവുമില്ലാതെ ആരോഗ്യത്തോടു കൂടിയ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും ആ ഒരു പ്രഗ്നൻസി പീരീഡ് ഒന്ന് എൻജോയ് ചെയ്തു പോകാനും, എങ്ങനെയെങ്കിലും 10 മാസം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ളൊരു തോന്നലിലാണ് മിക്കവാറും പ്രഗ്നൻസി മുഴുവൻ പോകുന്നത്. വളരെ വളരെ റെയർ ആയിട്ടൊരു ലെസ് ദാൻ 1% എനിക്ക് തോന്നുന്നുള്ളൂ ആ പ്രഗ്നൻസി എൻജോയ് ചെയ്തു പോകുന്നുള്ളൂ. എൻജോയ് ചെയ്യാൻ പറ്റണം, അതൊരു ഭാരമായിട്ട് തോന്നാതിരിക്കണം. അപ്പൊ അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഫാമിലിയുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ ആ കുഞ്ഞിനെ പ്രസവമുറിയിൽ നിന്ന് നേരിട്ട് അതിന്റെ പേരൻസിലോ ഗ്രാൻഡ് പേരൻസിന്റെ കയ്യിലേക്കോ കിട്ടണം. പിന്നെ ആ പ്രസവിച്ച സ്ത്രീയുടെ ആരോഗ്യം ഏറ്റവും സന്തുഷ്ടമായ ലെവലിൽ മുന്നോട്ട് പോകണം. ആ ഒരു സ്ത്രീ അവരുടെ ആ ഒരു ഏജ് കഴിഞ്ഞ് അടുത്ത ഏജ് ഗ്രൂപ്പിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിലെ കുറവുകൾ കൊണ്ട് അവരൊരു രോഗിയായി മാറാതിരിക്കണം. അവർക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു സ്ത്രീക്കുള്ള അറിവാണ് ഒരു ഫാമിലിയുടെ എന്താ പറയാ ആരോഗ്യം എന്ന് പറയാം. അവിടുത്തെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും അവിടുത്തെ മുതിർന്നവരെ ആണെങ്കിലും ആരെയാണെങ്കിലും, ഇനി വീട്ടിൽ വരുന്ന ഗസ്റ്റിന് പോലും ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കണം എങ്കിൽ ആ സ്ത്രീ ഹെൽത്തി ആയിരിക്കണം, ആ സ്ത്രീയുടെ നോളജ് അപ്ഡേറ്റഡ് ആയിരിക്കണം. അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളാണ് മിക്കപ്പോഴും. അവിടെ ഒരു വേർഡ് ഓഫ് അപ്രിസിയേഷൻ ഉണ്ട്, അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യം ഇതെങ്ങനെയാ ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യം തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു ഗസ്റ്റിന് ഒരു ഗ്ലാസ് വെള്ളം ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ആ വെള്ളത്തില് ഒരു സ്പെഷ്യൽ ആയിട്ട് എന്താണ് ഇട്ടതെന്ന് തിരിച്ചു ചോദിക്കാൻ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇതെങ്ങനെയാ ഉണ്ടാക്കിയത് എന്നൊന്ന് ചോദിക്കാം. അപ്പൊ ഈ അറിവുകളാണ് ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്ന. അറിവ് എവിടുന്ന് കിട്ടിയാലും അത് ചെറുതല്ല. അപ്പൊ നമുക്ക് പുതിയ അറിവിലേക്കൊന്ന് പറയാൻ പറ്റില്ല. പഴയ അറിവുകൾ ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ ഒരുപാട് പ്രാവശ്യം കേട്ട് പഴകിയതാണ്. പക്ഷെ കേൾക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഞാൻ ഇന്ന് പറഞ്ഞ വാക്കുകൾ ശരിക്കും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഫീൽ ചെയ്തു എന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് എൻ്റെ പേര് കനകമ്മ, ഞാൻ റിട്ടയർഡ് നഴ്സിംഗ് ഓഫീസർ ആയിരുന്നു.
നഴ്സിംഗ് സൂപ്പർവൈസർ ആയിരുന്നു. റിട്ടയർമെന്റ് കഴിഞ്ഞ് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്താണ് RCM എന്ന മഹാപ്രസ്ഥാനത്തിന്റെ 3 അക്ഷരം എൻ്റെ മനസ്സിലേക്ക് എത്തിയത്. അവിടുന്ന് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിലേക്ക് എത്താനായിട്ട് കാരണമായത് നമ്മുടെ രാജൻ സാറിന്റെ ഒരു വീഡിയോ കണ്ടതാണ്, ലിവ് വിത്തൗട്ട് മെഡിസിൻ. ഇന്ന് 3 വർഷവും 3 ദിവസവുമായി ഞാൻ RCM പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്തിട്ട് 28 ഏപ്രിലിൽ 3 വർഷം പൂർത്തിയായി. അപ്പം ഇത്രയും ദിവസം കൊണ്ട് ആ പറഞ്ഞ സെന്റൻസ് സത്യമാണെന്ന് ഞാൻ സ്വയം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്നെ തന്നെ കാണിച്ച് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ, ഇൻസ്പയർ ചെയ്യാൻ പറ്റും. കാരണം എന്നെ അറിയാവുന്നവർ, എന്നെ അറിയില്ലാത്തവരിലേക്ക് എനിക്ക് എൻ്റെ സ്റ്റോറി പറഞ്ഞു കൊടുക്കാൻ പറ്റും. പഴയ ഫോട്ടോസ് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ സ്വയം മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ, ഏതു തരത്തിലും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് നയിച്ച, എന്നെ വഴി ചൂണ്ടിക്കാണിച്ച എൻ്റെ ബന്ധുവിനെ വളരെ സ്നേഹത്തോടെ ഉഷാ മാഡത്തിനെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രസ്ഥാനം നമുക്ക് തന്ന ആ ഒരു വലിയ മനുഷ്യൻ, ആ ഒരു ചെറിയ മനുഷ്യരൂപത്തിലുള്ള ആ വലിയ മനസ്സ്, മനുഷ്യന്റെ വലുപ്പത്തിൽ വലിയ കാര്യമൊന്നുമില്ല, ആ ചിന്തകളാണ്, ആ ഒരു ആശയമാണ് ഇന്ന് നമ്മളെ എല്ലാവരെയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചിരിക്കുന്നത്. ഇതേ സമയത്ത് ഒരുപാട് പേര് പലയിടത്തായി ഓൾ ഓവർ ഇന്ത്യ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സന്ധിക്കുന്നുണ്ടാവും. അതിനൊക്കെ കാരണക്കാരനായ ആ ഈശ്വരതുല്യനായ മനുഷ്യന് കോടി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരെയും ഓർത്തുകൊണ്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. സ്ത്രീ മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല, പുരുഷൻ മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല. ഇപ്പൊ കാലം മാറി എന്നൊക്കെ പറയും, സ്ത്രീ ഇല്ലാതെ തന്നെ ഉണ്ടാവാം കുട്ടികളെന്ന് പറയുമോ? പറയില്ല. എന്നാലും സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ബീജവും ചേർന്നെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിന് രൂപം കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഏറ്റവും ഹെൽത്തി ആയിരിക്കണം, ഏറ്റവും നല്ല ബൗദ്ധിക തലത്തിലായാലും ശാരീരികമായിട്ടാണേലും കറക്റ്റ് ആയിട്ടൊരു പൂർണ്ണ രൂപത്തോടു കൂടി ഒരു കുഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ പുരുഷനും സ്ത്രീയും ഈക്വലി ഹെൽത്തി ആയിരിക്കണം. അപ്പൊ നമുക്ക് സ്ത്രീയുടെ കാര്യമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്നത് സ്ത്രീയെ ചാർജ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ്. ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ബാറ്ററിയിൽ കറണ്ട് വേണം. കറണ്ടാണ് നമ്മൾ ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ കറണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ആവശ്യത്തിന് പ്രോട്ടീൻ എലമെന്റ്സ്, അതായത് അമിനോ ആസിഡ്സും ചേർത്തിട്ട് വളരെ കുറച്ച് മാത്രം, പ്രോട്ടീന്റെ ഒരു സപ്ലിമെന്റ് ഇല്ലാതെ നമുക്ക് ന്യൂട്രിചാർജ് വുമൺ മാത്രം കഴിച്ചതുകൊണ്ട് പ്രോട്ടീന്റെ അംശം കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്നാലും അമിനോ ആസിഡ്സും ഇതിനകത്തുണ്ട്. ഇത്ര സമഗ്രമായിട്ടുള്ള ഒരു ഭക്ഷണം മറ്റൊരു കമ്പനിയിലും ഇതുവരെ കണ്ടിട്ടില്ല. മറ്റു കമ്പനികളിൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ്, വൈറ്റമിൻസ് വേറെ, മിനറൽസ് വേറെ കൊടുക്കുമ്പോഴും അവിടെ ഫ്രൂട്ട്സിന്റെ എക്സ്ട്രാക്ട് ഒരിക്കലും ചേർത്തിട്ടില്ല. 13 തരം വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സിന്റെ എക്സ്ട്രാക്ട് ഒരു ഗുളികയ്ക്കകത്തുള്ളതെന്ന് പറഞ്ഞാല് 100 ഗ്രാം ഫ്രൂട്ട്സിന്റെ എക്സ്ട്രാക്ട് ആണ് ഒരു ഗുളികയ്ക്കകത്തുള്ളത്. അപ്പൊ ഒരു സ്ത്രീ ഒരു ഗുളിക കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്നത് 50 ഇൻഗ്രീഡിയന്റ് ഒന്നിച്ച് കിട്ടാന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ് എല്ലാം ഉണ്ട്. 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, 13 ഫ്രൂട്ട്സിന്റെ എക്സ്ട്രാക്ട്, അധികമായിട്ട് കുറച്ച് ബോട്ടണിക്കൽസ്, ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട്. ബോട്ടാണിക്കൽസ് എന്ന് പറഞ്ഞാൽ ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട് പ്ലസ് അമിനോ ആസിഡ്സ്. ഇത്രയും സാധനം ഒന്നിച്ചിട്ട് ഒരു ഗുളിക നമ്മൾ കഴിക്കുമ്പോൾ ഒരു സദ്യ കഴിച്ചാൽ കിട്ടാത്ത അത്ര നമുക്ക് എനർജി നമ്മുടെ ശരീരത്തിന് കിട്ടും. കഴിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ ആഹാരത്തിന് ശേഷം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു ചെറിയൊരു പഴം കഴിച്ചിട്ട് പോലും നമുക്ക് ഇത് കഴിക്കാം. വയറിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡയറക്ട്ലി അലിഞ്ഞു ചേർന്ന് ബോഡിയിൽ അബ്സോർബ് ചെയ്യാൻ പാകത്തിനാണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഉള്ളത്. അതുകൊണ്ട് മാക്സിമം മെറ്റബിളൈസ് ചെയ്ത് അലിഞ്ഞു ചേർന്ന് ശരീരത്തിൽ അവശോഷിക്കുക അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടുക. അത് സാധിക്കണമെങ്കിൽ ശരീരത്തിന് ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരിക്കണം. അപ്പൊ ഏറ്റവും പ്രധാനം നമ്മൾ എന്ത് സപ്ലിമെന്റ്, നമ്മുടെ ഏത് സപ്ലിമെന്റ് കഴിച്ചാലും ശരീരത്തിന് ആവശ്യത്തിനും വെള്ളം ഉണ്ടായിരിക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ ഗുളിക കഴിക്കുക എന്നുള്ളതാണ്. ഇനി ചിലര് കംപ്ലൈന്റ് പറയാറുള്ളത്, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വയറിനകത്ത് അസ്വസ്ഥത എന്ന് പറയുന്നു. ഇത് പ്രകൃതി തത്വമാണ്. മുഴുവനും പ്രകൃതിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. ആർട്ടിഫിഷ്യൽ ആയിട്ടല്ല, സിന്തറ്റിക് ആയിട്ട് ലാബിൽ പ്രിപ്പയർ ചെയ്ത ഒരു സാധനം ഇതിനകത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് നമ്മളുടെ ശരീരവും പ്രകൃതിയുമായിട്ട് യോജിപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നതും. ഓരോ ശരീരവും അങ്ങനെയാണ്. അവിടുന്ന് മാറ്റിയെടുത്ത് നോർമൽ ആക്കുന്നത് വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഓരോ പ്രൊഡക്റ്റും എടുക്കുമ്പോൾ ഉണ്ടായെന്നിരിക്കാം.
പക്ഷെ ഈ ഒരു ഗുളിക കഴിച്ചിട്ട് വയറിനകത്ത് അസ്വസ്ഥത തോന്നുന്നു, എനിക്ക് വയറിളകി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ കൺവിൻസ് ചെയ്ത് കൊടുക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, പുതുതായിട്ട് ചെന്ന ഒരു പ്രകൃതി തത്വമാണ് നമ്മുടെ ഉള്ളിൽ ചെന്നത്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് കൂടുതലാണ്, നമ്മുടെ ബോഡി അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ്. ആവശ്യത്തിലധികമുള്ള ടോക്സിൻസിന് അല്ല മീൻസ് ടോക്സിൻ ആവശ്യമില്ല, ശരീരത്തിൽ ആവശ്യമില്ലാത്ത വസ്തുക്കള് പുറന്തള്ളാൻ ശരീരം സ്വീകരിക്കുന്ന മാർഗമാണ് വയറിളക്കം. ചിലർക്ക് ശരീരത്തിന് ചൊറിച്ചിലുണ്ടായെന്ന് വരാം, ചിലർക്ക് ചൂട് പുറത്ത് ചാടുന്നു. ഇപ്പൊ ഈ ഒരു സീസണിൽ ആദ്യമായിട്ട് കണ്ട കാര്യമാണ് ശരീരത്തിൽ ചൂടുകുരു പൊങ്ങുക. പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് ന്യൂട്രിചാർജ് മാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടതാണ്. ചൂടുകുരു തലയിലും ശരീരം മുഴുവനും പഴുത്തതുപോലെ. ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, അവരൊക്കെ പേടിച്ചു പോകും. കാരണം അവര് പറയണത് ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടാണ്. ശരിയാണ്, ശരീരത്തിനുള്ളിലെ ചൂട് പുറന്തള്ളപ്പെടും. ഒരു നോർമലൈസേഷൻ, ഒരു ശരീരത്തിനെ ഒന്ന് നോർമൽ ആക്കുന്ന പ്രക്രിയയാണ്. അപ്പം വളരെ ജെനുവിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പ്രൊഡക്റ്റ് കൈമാറി കഴിഞ്ഞിട്ട് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം അവരെ വിളിച്ചൊന്ന് സംസാരിക്കുക, അവരുമായിട്ടൊരു കോണ്ടാക്ട് വെക്കുക, ഫോളോ അപ്പ് ചെയ്യുക. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ വിളിച്ച് അവരോട് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ അടുത്ത മാസം നിങ്ങൾ പ്രൊഡക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒരു കസ്റ്റമർ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് കണ്ടിന്യൂസ് കോണ്ടാക്റ്റിൽ ഇരിക്കുക. ഇതൊരു സെല്ലിംഗ് ടിപ്പാണ് കേട്ടോ. ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു സെല്ലിംഗ് ടിപ്പ് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഇപ്പൊ സ്ത്രീയുടെ ശരീരം നന്നായിരിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഉണ്ടെങ്കിലാണ് ആ സ്ത്രീക്ക് സൗന്ദര്യം ഉണ്ടാവുക. സൗന്ദര്യം വേണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തികൾ പോലുമില്ല. ഏതു പ്രായത്തിലും സ്ത്രീയുടെ സൗന്ദര്യം, പ്രായമായ അമ്മമാര്, എൻ്റെ അമ്മ 72 വയസ്സുള്ള സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ മുടി അപ്പടി നരച്ചുപോയി. ഞാനപ്പോ ചോദിച്ചൊരു കാര്യമുണ്ട്, 72 വയസ്സ് ജീവിച്ചില്ലേ നല്ല മുടിയുമായിട്ട്, ഇപ്പോഴല്ലേ നരയ്ക്കുന്നുള്ളൂ. നരയിരിക്കുന്നത് ഇഷ്ടമില്ല. മുടി കറുപ്പാണ് നമ്മുടെ സങ്കല്പം. ഇപ്പം യങ് ജനറേഷനിലേക്ക് മാറ്റി അവര് കറുപ്പ മുടിയെല്ലാം നരപ്പിച്ചുകൊണ്ടാണ്, കളർ ചെയ്തിട്ടാണ് കൊണ്ട് നടക്കുന്നത്. പഴയ ജനറേഷൻ അങ്ങനെയല്ല, കറുത്ത മുടിയാണ് സൗന്ദര്യമെന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പോ എൻ്റെ മുഖത്ത് ചുളുക്കം വന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു പ്രായത്തിൻ്റെതായ മാറ്റമാണ്, ചുളുക്കമൊക്കെ ഉണ്ടാവും, ഇത് മാറാൻ പറ്റില്ലേ. മുഖത്ത് കരിമങ്ങ് വന്നു, അപ്പോഴും പരാതി പറഞ്ഞു, ഇത് എൻ്റെ മുഖം മുഴുവൻ പാടാ, ഒരു പാടുമില്ല, നല്ല സുന്ദരമായിട്ടിരുന്ന എൻ്റെ മുഖമാണ്. അപ്പൊ ഈ ചേഞ്ചുകൾ എന്തുകൊണ്ടാണ്? അമ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാം വീട്ടിൽ പാകം ചെയ്ത്, മിക്കവാറും ഒക്കെ പച്ചക്കറികൾ കൃഷിയും ചെയ്ത് ഒക്കെ കഴിച്ചിരുന്നതാണ്. അന്നേരം ഒന്നും ഞാൻ ഇങ്ങനെ ഈ ഒരു ക്രിട്ടിക്കൽ തോട്ട്, ഒരു വേറിട്ട ചിന്താഗതി അന്നൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം വീട്ടിലേത് കഴിച്ചാലും എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രായത്തിൻ്റെതായ കാലത്തിൻ്റെതായ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്? മുഖത്ത് കരിമങ്ങ് വരിക, മുടി നരയ്ക്കുക, മുടി ഊരുക, അതുപോലെ സ്കിന്ന് ചുളുങ്ങുക, ഇതൊക്കെയാണ് നമുക്ക് എക്സ്റ്റേണലി കാണാൻ പറ്റുന്ന ഒരു പ്രശ്നം. പക്ഷെ ഇതൊന്നും വലിയ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇന്ന് സ്ത്രീ ചെന്ന് എത്താത്ത മേഖല വളരെ കുറവാണ്. ഏത് മേഖലയിലും, ബിസിനസ് ലെവലിലും, എവിടെയാണെങ്കിലും എല്ലാ മേഖലയിലും സ്ത്രീകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ശരീരത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മനസ്സിന്റെ ശക്തിയാണ്. മനസ്സിന്റെ ശക്തി വേണമെങ്കിൽ ശരീരത്തിന് ശക്തി. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്, പരസ്പരം സന്തുലിതമായിട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. ഏത് പ്രായത്തിലാണെങ്കിലും, ചെറിയ പ്രായമായാലും എൽഡർലി ആയാലും 90 വയസ്സായാലും അവർക്കും ആരോഗ്യത്തോടു കൂടി ഇരിക്കണം. എന്നെ കണ്ടാൽ കുറവൊന്നും പറയരുത് എന്നുള്ള ചിന്താഗതി എല്ലാ സ്ത്രീയുടെയും ഉള്ളിലുണ്ടാവും. പെൺകുട്ടിയാണേലും ആൺകുട്ടിയാണെങ്കിലും രണ്ടുപേർക്കും ഒരുപോലെ നമ്മൾ ഭക്ഷണം കൊടുക്കണം. പണ്ടുള്ള കാലത്ത് ആൺകുട്ടികൾ കഴിച്ചതിന്റെ ബാക്കി പെൺകുട്ടികൾക്ക് കൊടുക്കുക, അതുപോലെ ആണുങ്ങൾ കഴിച്ചത് മിച്ചം വെച്ചത് മാത്രം സ്ത്രീകൾ കഴിക്കുക, അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തുടർന്നു പോകുന്ന പല സംസ്ഥാനങ്ങളും പല ഗോത്രങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ സ്ത്രീയുടെ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുന്ന ഒരു പുരുഷൻ, വേറിട്ട ചിന്താഗതിയുള്ള ഒരു പുരുഷൻ ഉണ്ടാവുക എന്നുള്ളത് ഒരു കുടുംബത്തിന്റെ ഒരു ആരോഗ്യപരമായ വലിയൊരു മാറ്റത്തിന് കാരണമാകണം. നമ്മളെ പറ്റി മാത്രം, അതായത് പുരുഷന്മാരെ പറ്റി മാത്രം ചിന്തിക്കാതെ ആ പുരുഷനെ പുരുഷനാക്കി നിർത്തുന്ന സ്ത്രീയെ പറ്റിയും പെൺകുഞ്ഞിനെ പറ്റിയും, ഭാവി തലമുറയുടെ വാഗ്ദാനമാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയും നമ്മൾ, ഭാവിയുടെ വാഗ്ദാനമാണ്. നാളത്തെ നമ്മളാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുപോലെ അവരെ നോക്കുന്ന വീട്ടമ്മയുടേതും.
സ്ത്രീകൾ, ഒരു പെൺകുട്ടി ഒരു സ്ത്രീയായി മാറുന്ന ഒരു ഏജ്, അവരുടെ ഏജിൽ എന്തൊക്കെ മാറ്റം വരുത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അവരുടെ ശാരീരിക ആവശ്യങ്ങളും മാനസിക ആവശ്യങ്ങളും അറിഞ്ഞാണ് നമ്മൾ അവർക്ക് പോഷകങ്ങൾ കൊടുക്കേണ്ടത്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആ പെൺകുട്ടി മെച്യൂരിറ്റി ഏജിലേക്ക് വരുന്നു. ഒരു ടീനേജില് 13 മുതൽ 18 വയസ്സ് വരെ ഈ ഒരു ആർത്തവം സ്റ്റാർട്ടിങ്, മെനാർക്കെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ ആർത്തവം, അപ്പോഴാണ് സ്ത്രീ ശരിക്കും പൂർണ്ണമാകുന്നത്. അതിനു മുമ്പ് അവളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ അവളുടെ അമ്മയ്ക്ക് പറ്റണം, അവളുടെ അച്ഛന് പറ്റണം. അപ്പൊ ആ മാറ്റങ്ങൾ ശരീരത്തിന് മെച്ചുവർ ആകുന്നു. ശരീരം 1 വർഷം മുമ്പ് തന്നെ ശരീരം മെച്ചുവർ ആകുന്നതിനുള്ള ചേഞ്ചസ് കാണിച്ചു തുടങ്ങും. പ്യൂബർട്ടി ഏജിങ് എന്ന് പറയുന്നത്, പ്യൂബർട്ടി സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, അതായത് ഒരു സ്ത്രീ പൂർണ്ണമാകാൻ പോകുന്നതിന്റെ മുമ്പായിട്ടുള്ള ശരീരത്തിന്റെ, പ്രകൃതിയുടെ ഒരു തയ്യാറെടുപ്പാണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഏജില് പീരിയഡ്സ് തുടങ്ങി കഴിയുമ്പോൾ അതിനു മുമ്പ് തന്നെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതാണ് നമ്മൾ ശരിക്കും മെൻസ്ട്രേഷൻ എന്താണ് എന്ന് ശരിക്കും സ്കൂൾ തലങ്ങളിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ആൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം, പെൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇന്നത്തെ ഏജിൽ, ഇന്നത്തെ പുതിയ ഒരു തലമുറയ്ക്ക് ഒന്നും തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ലെവലിലാണ് അവർക്ക് ആക്സസുകൾ ഉള്ളത്. ഒരുപാട് ആക്സസ്, ഗൂഗിൾ ആക്സസ് ഉണ്ട്, യൂട്യൂബിലുണ്ട്. ഒരുപാട് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, മറ്റ് സാമൂഹ്യ തലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് പകുതിയിൽ കൂടുതലും തെറ്റായ വിചാരങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു കാരണം വീട്ടിൽ അമ്മ തന്നെ കുട്ടിയോട് തുറന്ന് സംസാരിക്കാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. എന്താണ് ആർത്തവമെന്ന് പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ ആൺകുട്ടിക്കും പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വീട്ടിൽ നിന്ന് കെയർ കിട്ടുകയുള്ളൂ, അതുപോലെ തന്നെ പുറത്ത് മറ്റുള്ള പെൺകുട്ടികൾക്കും. ഇനി എന്താണ് അവിടെ സംഭവിക്കുക, അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് എന്ത് പറഞ്ഞിട്ടാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്? ഇത് സെല്ലിംഗ് ടിപ്പും കൂടെ ചേർത്തിട്ടാണ് പറയുക. ലോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് രക്തത്തിൽ നമുക്ക് ചുവന്ന രക്താണുക്കളുമുണ്ട്, ശ്വേതരക്താണുക്കളുമുണ്ട്. WBC, RBC, അല്ലെങ്കിൽ RBC, WBC. ചുവന്ന രക്താണുക്കൾ എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ്. ആ റെഡ് ബ്ലഡ് സെൽസിന്റെ കുറവ് എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്? അതിന്റെ കുറവെന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ കുറവെന്നാണ്. അയണിന്റെ കുറവ് കൊണ്ട് തന്നെ സെല്ലുകളുടെ എണ്ണം കുറയും. പ്രോട്ടീന്റെ കുറവ് കൊണ്ടായാലും സെല്ലുകളുടെ എണ്ണം കുറയും. ഒരു സെല്ല് ഉണ്ടാവണമെങ്കിൽ ശരീരത്തിൽ ആവശ്യത്തിന് അയൺ ഉണ്ടാവണം, ശരീരത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ടാവണം. ഗ്ലോബിൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ഹീമോ എന്ന് പറയുന്നത് രക്താണുക്കളുടെ രക്തം ആണ്. അതവിടെ ഹീം എന്നുണ്ടാകുന്നത് അയണിൽ നിന്നാണ്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഒരു കാര്യം മാത്രം കൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല എന്ന് ഈ ഒരൊറ്റ കാര്യത്തിൽ മനസ്സിലാവും. നമുക്ക് പ്രോട്ടീനും വേണം, അയണും വേണം. ഇത് രണ്ടും കൂടെ ഉള്ളപ്പോഴാണ് ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത്. അത് ഒരു ലെവല്, ഒരു 12 ഗ്രാം, 12 മുതൽ 14 ഗ്രാം വരെ ഓക്കെ, സ്ത്രീകളില് 14 വരെ ഓക്കെ, പുരുഷന്മാരിൽ ഒരു 15 വരെ ഓക്കെ. 15-ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു കണ്ടീഷൻ ആയിട്ട് അത് മാറും, ഒരു ഹെൽത്തി അല്ലാത്ത ഒരു രീതിയിലേക്ക് മാറും. ചിലരത് പോളിസൈത്തീമിയ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും പോകാൻ പാടില്ല. പക്ഷെ നമുക്ക് അതിനെ കൺട്രോൾ ഇല്ല. അതിന് ജനറ്റിക്കലി അല്ലെങ്കിൽ കുറച്ച് ഇന്റേണൽ ചേഞ്ചസ് വരുമ്പോഴാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പം മുതൽ ശ്രദ്ധിച്ചാൽ അങ്ങനെയുള്ള കണ്ടീഷൻസ് നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഓക്കെ. ഇപ്പം രക്തക്കുറവുള്ള ഒരാൾക്ക് നമുക്ക് പെട്ടെന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്നത്. രക്തക്കുറവ് എങ്ങനെ കണ്ടുപിടിക്കും? ആളിന്റെ ചുണ്ട് വിളറിയിരിക്കുക, മുഖത്തോട്ട് നോക്കിയാല് ശരിക്കും ഒരു പ്രസരിപ്പില്ലായ്മ, കണ്ണിലാണെങ്കിലും ഒരു ജീവനില്ലായ്മ തോന്നും. നമുക്ക് കണ്ണിന്റെ പോള താഴോട്ട് വലിച്ചു നോക്കാം. ഇപ്പൊ നമുക്ക് നല്ല രക്തക്കളർ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾക്ക് രക്തക്കുറവുണ്ട്. അതുപോലെ തന്നെ ചുണ്ടുകളിൽ ഒന്ന് അകത്തി നോക്കിയാൽ മോണയുടെ, പല്ലിന്റെ ഇടയ്ക്ക് കാണുന്ന മോണയുടെ കളറ് ശരിക്കും ഒരു ബീഫി റെഡ് കളറായിരിക്കണം, അല്ലെ നല്ല പിങ്ക് കളറായിരിക്കണം. അതല്ലാതെ വിളറിയിരിക്കുന്ന കളർ എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ ഉണ്ടെങ്കിൽ രക്തക്കുറവുണ്ടെന്ന് മനസ്സിലാകും. നമ്മൾ പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കൂടുതൽ അതിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവരോടൊന്ന് സംസാരിക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തലകറങ്ങും, കണ്ണിൽ ഇരുട്ട് കയറും, കുറച്ച് നടക്കുമ്പോഴത്തേന് കഥയ്ക്കും, അവർക്കൊന്നും കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയുള്ള ആൾക്കാർക്ക് നമുക്ക് ഫസ്റ്റ് കൊടുക്കാൻ പറ്റും, അത് ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും ഫസ്റ്റ് നമ്മൾക്ക് ന്യൂട്രിചാർജ്
വുമൺ ടാബ്ലറ്റ് സജസ്റ്റ് ചെയ്യാം. നമ്മൾക്ക് ഇതൊരു പഴയ സ്ലൈഡാണ്, കണക്കൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഗർഭിണികളില് 56% ഇപ്പോ അനീമിയ ആണ്. ഗർഭിണികളായിട്ട് അനീമിയ ആകുന്നതല്ല ശരി. ആ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ശരീരം പ്രിപ്പയർ അല്ലാത്തത് കൊണ്ടാണ് ഗർഭാവസ്ഥയിൽ അനീമിയ ആവുന്നത്. അനീമിയ എന്ന് പറയുന്നത് രക്താണുക്കളുടെ കുറവ്, ചുവന്ന രക്താണുക്കളുടെ കുറവ്. അതാണ് രക്തത്തിൽ RBCയുടെ കുറവ് കൊണ്ട് സംഭവിക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ, ആ പ്രഗ്നന്റ് ആയി എന്നുള്ളത് നാച്ചുറൽ ആയിട്ട് സംഭവിച്ചു. അതിന് മുമ്പായിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ശരീരത്തെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അതിനു മുമ്പുള്ള കാലഘട്ടത്തിലും അതുപോലെ തന്നെ ആയിരുന്നു കണ്ടിന്യൂ ചെയ്തത്, അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അതാണ് അതിന്റെ കാര്യം. ഇപ്പം ഒരുപാട്, ഒരു 3-2 സ്ത്രീകളും നമ്മളൊരു 4-5 പേർ ഒന്നിച്ചുണ്ടെങ്കിൽ അതിൽ 3 പേരും 10-ൽ താഴെ ഹീമോഗ്ലോബിൻ, 12-ൽ താഴെ, 11-ന് താഴെ, 12 ആണ് ശരിക്കും WHO പറയണതെങ്കിലും 11-ൽ താഴെ ഉള്ളവരെ അനീമിയ എന്ന കണ്ടീഷനിലാണ് ടൈറ്റിൽ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 3-ൽ 2 പേരും അനീമിക്കാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരിൽ മോർ ദാൻ 50% ആൾക്കാരും അനീമിക്കാണ്. അനീമിയ സ്ത്രീകളിൽ ഉണ്ടാവുന്നത് രക്തം 2 ശരീരത്തിലൂടെ ഒഴുകേണ്ട ആവശ്യമുണ്ട്. ആ 2 ശരീരത്തിലൂടെ ഒഴുകുമ്പോൾ ബോഡി ഫ്ലൂയിഡ് കൂടിയിട്ട് രക്തം തിന്നാകും, അതിന്റെ കട്ടി കുറയും. കട്ടി കുറയുന്നതനുസരിച്ച് രക്താണുക്കളുടെ എണ്ണം കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രക്താണുക്കൾ തമ്മിലുള്ള അകലം വളരെ വർദ്ധിക്കും. അപ്പോൾ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന കപ്പാസിറ്റി രക്തത്തിന് കുറയും. അതുകൊണ്ടാണ് ഗർഭിണികളിൽ ശ്വാസം മുട്ടൽ ഉണ്ടാകാൻ ഒരു കാരണം അതാണ്. പല കാരണങ്ങളിൽ ഒരു കാരണം അതാണ്. അപ്പൊ അനീമിയ സ്ത്രീകൾക്ക് ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇനി അനീമിയ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്? ഒരു കാര്യം ശ്രദ്ധയോടുകൂടി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവില്ല, ഇറിറ്റേഷൻ ഉണ്ടാവും, മുടി കൊഴിച്ചിലുണ്ടാവും, ഒരുപാട് ശാരീരിക അവസ്ഥകളിലേക്ക് അത് നമ്മളെ നയിക്കുകയും ചെയ്യും. ഡിഫിക്കൽറ്റി ഇൻ ബ്രീതിങ് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടലാണ്. ശ്വാസം മുട്ടൽ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ശരീരത്തിന്റെ ആവശ്യം അനുസരിച്ച്. ശ്വാസം മുട്ടൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ചുമ്മാതിരിക്കുമ്പോഴല്ല ഉണ്ടാകുക. ഒരു എക്സേർഷൻ, പെട്ടെന്നൊരു മൂവ്മെന്റ്, അല്ലെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് കയറുക, ഈ സമയത്ത് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ രക്തത്തില് ചുവന്ന രക്താണുക്കളുടെ എണ്ണം കണ്ടമാനം കുറവാണ്. ചുവന്ന രക്താണുക്കളാണ് ഓക്സിജനെ ക്യാരി ചെയ്യുന്നത്. അപ്പൊ ഓക്സിജൻ ആവശ്യത്തിന് ശരീരത്തിലേക്ക് കിട്ടാൻ പറ്റണില്ല. ഗ്യാസ് എക്സ്ചേഞ്ച് ലങ്സിൽ നടക്കണമെങ്കിൽ ആവശ്യത്തിന് രക്തം കയറി ഇറങ്ങി പോയെങ്കിൽ മാത്രമേ ലങ്ങിൽ നിന്ന് ഗ്യാസ് എക്സ്ചേഞ്ച് നടന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തള്ളി ഓക്സിജൻ എടുത്തുകൊണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ പറ്റും. ആ ഒരു എക്സ്ചേഞ്ച് നടക്കാൻ പാകത്തിന് രക്താണുക്കൾ കുറവായതുകൊണ്ടാണ് ശ്വാസം മുട്ടൽ എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഒരു അനീമിയ എത്തിക്കുന്നത്. തലയ്ക്ക് വെളിവുണ്ടാവത്തില്ല. സിംപ്ലി പറഞ്ഞാല് തലയ്ക്ക് ഒരു സുഖമില്ല. എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്തോ ഒരു സുഖമില്ല. ശബ്ദം കേൾക്കുന്നത് ഇഷ്ടമില്ല, വെട്ടം കാണുന്നത് ഇഷ്ടമില്ല, ആരോടും മിണ്ടാൻ ഇഷ്ടമില്ല, ഒന്നും ചിന്തിക്കാൻ ഇഷ്ടമില്ല, ഉറങ്ങാൻ പറ്റില്ല, ഒരസ്വസ്ഥത, സിവിയർ ഹെഡേക്ക് ഉണ്ടാവാം. രക്തം കുറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് മുകളിലേക്ക് ആന്റി ഗ്രാവിറ്റി പവറോട് കൂടിയാണ് ശരിക്കും രക്തം തള്ളിവിടുക. അപ്പൊ അങ്ങനെ മുകളിലേക്ക് തള്ളിവിടാൻ പാകത്തിന് പ്രഷർ ചെയ്യാൻ പോലും നമ്മളുടെ ഹാർട്ടിന് പറ്റില്ല, പമ്പ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഹാർട്ടിന്റെ മസിലിലും സപ്ലൈ കുറവാണ്. ഓവറോൾ ശരീരത്തിൽ രക്തക്കുറവുണ്ട്. സിവിയർ ഹെഡേക്കിന് അത് ശരിക്കും പറഞ്ഞാല് ഓക്സിജൻ കിട്ടാത്ത ക്ലസ്റ്റർ ഹെഡേക്ക്, ക്രാമ്പിങ് കാണിക്കുക. നമുക്ക് ഓരോ ചുവട് വെക്കുമ്പോഴും ആ ഒരു ക്രാമ്പിങ് ഫീൽ ചെയ്യുന്ന പലതരത്തിൽ ആ ഒരു ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ആ ഒരു ഹെഡേക്കിന്. പിന്നെ ഉണ്ടാവുന്നതാണ് ഹെയർ ഫോൾ. ഇത് അയണിന്റെ കുറവ് കൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു കാരണം ആവശ്യത്തിന് വെള്ളമില്ലാത്തതാണ്. പല കാരണങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. ഡ്രൈ സ്കിൻ, ചിലരുടെ സ്കിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് ഭയങ്കര കട്ടിയാണ്, അതിന് ഡ്രൈനെസ് കൂടുതലാണ്, പിമ്പിൾസ് കൂടുതലുണ്ട്. ഇതിനെല്ലാം കാരണം ശരീരത്തിലെ പോഷകങ്ങളുടെ കുറവാണ്. ഇനി അനീമിയ ആയിരിക്കുന്ന ഒരു വ്യക്തിയിൽ പ്രഗ്നൻസി ഉണ്ടാവാനും താമസമുണ്ടാവും. കാരണം കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ബെഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഗർഭപാത്രത്തിൽ ഒരു ബെഡ് പ്രിപ്പയർ ആവുന്നുണ്ട്. ആ ബെഡ് പ്രിപ്പയർ ആവണമെങ്കിൽ സഫീഷ്യന്റ് ആയിട്ട് സർക്കുലേഷൻ, രക്തചംക്രമണം ഉണ്ടാവണം. സർക്കുലേഷൻ രക്തചംക്രമണമാണ്. അപ്പൊ ആവശ്യത്തിന് രക്തം ഓടി എത്തുന്നില്ല, അല്ലെങ്കിൽ ഒഴുക്ക് അവിടെ നടക്കണില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ബെഡ് അവിടെ പ്രിപ്പയർ ആവില്ല. കൺസീവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ മെൻസ്ട്രേഷൻ കഴിയുന്ന അല്ലെങ്കിൽ മെൻസ്ട്രേഷന്റെ സമയത്ത് സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ സ്ത്രീകൾ തയ്യാറാവില്ല. അമ്മമാര് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. പണ്ടൊക്കെ അമ്മമാര് പ്രത്യേകം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് പ്രത്യേക ഫുഡ്.
4 ദിവസം മാറ്റിയിരുത്തിയിരുന്നു. ആ സമയത്ത് അവർക്ക് റെസ്റ്റ് കൊടുത്തിരുന്നു. ഇന്നത്തെ അവസരത്തിൽ അമ്മ അറിയുന്നു പോലുമില്ല മകൾക്ക് പീരിയഡ്സ് ആണെന്നുള്ളതും, മകൾ പുറത്തു പോകുന്നു, ജോലി ചെയ്യുന്നു, ഇതൊന്നും ആർക്കും ബോധറേഷൻ ഇല്ലാത്തൊരു കാര്യമാണ്. സെയിം ഡയറ്റ് ആണ് നമ്മൾ കഴിക്കുന്നത്, സ്പെഷ്യൽ ആയിട്ടൊന്നും കഴിക്കുന്നില്ല. സ്പെഷ്യൽ ആകണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ ശരീരത്തിൽ നിന്ന് ഏകദേശം 180 മില്ലിയോളം രക്തം നഷ്ടപ്പെടുന്നുണ്ട്. നന്നായിട്ട് ആഹാരം നോർമലി കിട്ടുന്നത് പോലും കഴിച്ചോളണം എന്നില്ല. പക്ഷെ ശ്രദ്ധിച്ച് കഴിച്ചാൽ മാത്രമേ അതിനെ തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. സിമ്പിൾ ആയിട്ട് 1 യൂണിറ്റ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ജ്യൂസോ ഒരു കഷ്ണം ബിസ്ക്കറ്റോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ കുടിപ്പിച്ച് അവരെ റെസ്റ്റ് എടുപ്പിച്ചതിന് ശേഷമാണ് വിടുന്നത്. ഇപ്പൊ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ റീഗെയിൻ ചെയ്യാൻ പാകത്തിന് ഏറ്റവും നല്ലത് ഫ്രൂട്ട് ജ്യൂസ് തന്നെയാണ്. അപ്പൊ അവർക്ക് അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് കൊടുക്കുന്ന ജ്യൂസ് എന്ന് പറയുന്നത് സിന്തറ്റിക്കലി എൻസൈം, അവിടെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ എസൻസ് മാത്രം ചേർത്ത ജ്യൂസുകളാണ്, പേരിന് മാത്രം കൊടുക്കാണ്. പക്ഷെ അങ്ങനെ കഴിച്ചിട്ടാണെങ്കിലും ഡൊണേറ്റ് ചെയ്യുന്നവർ തിരിച്ചു വന്നിട്ട് നന്നായിട്ട് ജ്യൂസ് കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കാം. ഓക്കെ. ഓരോ പ്രായത്തിലും ന്യൂട്രീഷണൽ നീഡ്സ്, അതായത് പോഷക തത്വങ്ങളുടെ ആവശ്യം വളരെ വ്യത്യസ്തമാണ്. എന്താ വെച്ചാൽ ഒരു കുഞ്ഞിന് ആവശ്യമുള്ളതല്ല ഒരു സ്ത്രീക്ക് ആവശ്യമുള്ള. ഒരു സ്ത്രീയുടെ വെച്ചാൽ ടീനേജിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ ആവശ്യമായിരിക്കില്ല കോളേജിൽ പോകുന്ന കുട്ടിയുടെ ആവശ്യം. അതിന്റെ ആവശ്യമായിരിക്കില്ല കല്യാണം കഴിഞ്ഞ ഒരു ഹൗസ് വൈഫ് ആയിട്ട് നിൽക്കുമ്പോൾ. അതിന്റെ ആവശ്യം അതിലും കൂടുതൽ ആവശ്യമായിരിക്കും പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ. വ്യത്യസ്തമായ അളവിലാണ് ഒരു ലേഡി മുന്നോട്ട് പോകുന്ന ഓരോ ഏജിലും അവരുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ വ്യത്യാസമാണ്. ശരീരം ഒരു പ്രാവശ്യം ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിലുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ്. ഒരുപാട് ആവശ്യമില്ലാത്ത ആന്റിബോഡീസ് ഒക്കെ ഉണ്ടാവും. അത് മറ്റു സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ മാറ്റങ്ങൾ ശരീരത്ത് കൊണ്ടുവരുന്നതെല്ലാം പോഷകങ്ങളുടെ വ്യത്യസ്തതയിലാണ്. ഇതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏജിന്റെ അഡ്വാൻസ്മെന്റ് അനുസരിച്ച് ശരീരത്തിലെ ആവശ്യം അനുസരിച്ച് ജോലി ചെയ്യുന്ന ഏത് ഓക്യുപ്പേഷൻ ആണെന്നുള്ളതനുസരിച്ച് ഒക്കെ ശരീരത്തിൽ ഹോർമോൺ ഇംബാലൻസസ് ഉണ്ടാവാം. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും ടെൻഷനുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്നാണ് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവുന്നത്. അടി തൊട്ട് മുടി വരെയും ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരും. തൈറോയ്ഡ് ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ, അതുപോലെ തന്നെ ഇൻസുലിൻ, ഇതിലൊക്കെ വ്യത്യാസം വരും. അതുപോലെ ദഹന പ്രക്രിയയിൽ വ്യത്യാസം വരിക. അതുകൊണ്ട് എന്താ റിസൾട്ട് ആകുന്നത്? മൂഡ് സ്വിങ്ങിങ്. പെട്ടെന്നാണ് മൂഡ് മാറിപ്പോകുന്നത്. ഇപ്പൊ നമ്മള് ഹയർ പോകുമ്പോ വെളിയിൽ നിന്ന് എത്തി നോക്കുമല്ലേ മാഡത്തിന്റെ മൂഡ് ശരിയാണോ എന്ന്. മൂഡ് ശരിയാണെങ്കിൽ പോയി സംസാരിക്കാം. എന്തുകൊണ്ടാണ് ആ മൂഡ് സ്വിങ്? ആ ജോലിയുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥയിൽ അവർ അനുഭവിക്കുന്ന ടെൻഷൻ കൊണ്ട് അവരിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ആവാം. രണ്ടാമതാണ് അവർ കഴിക്കുന്ന പോഷക തത്വങ്ങളുടെ കുറവ് കൊണ്ടാവാം. ഇപ്പൊ ഹയർ ഓഫീസേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേന് ആഹാരം നന്നായിട്ട് കഴിക്കാൻ അവർക്ക് കുറവൊന്നുമില്ല. പക്ഷെ സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആങ്സൈറ്റി ഉണ്ടാവാം, ആങ്കർ ഉണ്ടാവാം, ഒരു കാരണമില്ലാതെ ദേഷ്യം ഉണ്ടാകാം. അതൊക്കെ സ്ട്രെസ് ഉണ്ടാവാൻ തന്നെ പോഷകതത്വങ്ങളുടെ കുറവ് കാരണമാണ്. ഇറിറ്റേഷൻ ഉണ്ടാവാം, പ്രീ മെൻസ്ട്രൽ പെയിൻ, അത് ഒരുപാട് പേർക്ക് ഉണ്ടാവാം, ഒരുപാട് പേര് കംഫർട്ടബിൾ ആയിരിക്കാം. അത് ഡിപ്പെൻഡ്സ്. അവരെ ചെറുപ്പം മുതലേ എങ്ങനെയായിരുന്നു അവരുടെ ശരീരം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത് എന്നുള്ളൊരു കാര്യം. അപ്പൊ അമ്മമാരായിട്ടുള്ളവർക്ക് ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിലായാലും നമ്മൾ കാണുന്ന അമ്മമാരായാലും പെൺകുട്ടികളുള്ള അമ്മമാരോട് സംസാരിക്കേണ്ടത്, ഇതൊരു സെല്ലിംഗ് ടിപ്പാണ്. പെൺകുട്ടികളുള്ള അമ്മമാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പീരിയഡിന്റെ ടൈമിൽ പെയിൻ ഉണ്ടായിരുന്നോ, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് അവരെ ഒന്ന് റീകളക്ട് ചെയ്യുക. അവരെ ആ ഒരു സമയം ഓർത്തെടുക്കാൻ പാകത്തിന് സംഭാഷണം കൊണ്ടുപോവുക. അതേ വേദനയിലൂടെ നിങ്ങളുടെ മകൾ കടന്നു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇത് രണ്ടും ഒരമ്മ ഒരിക്കലും ആഗ്രഹിക്കില്ല അവിടുത്തെ തന്റെ മോൾ അത് അനുഭവിക്കണമെന്ന്. അപ്പൊ അവർക്ക് ഇത് വരാതിരിക്കാൻ അമ്മയുടെ കാലത്ത് കിട്ടാതിരുന്ന ഒരു സാധനം ഇന്നിപ്പോ എനിക്ക് വാങ്ങിക്കാൻ പറ്റും, എന്റെ കുഞ്ഞിനത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ബോധം ആ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടുത്തെ പെൺകുട്ടികൾക്ക് അത് സെയിൽ ചെയ്യാം. ആ അമ്മയ്ക്കും കൊടുക്കാം, ആ കുട്ടിക്കും കൊടുക്കാം. ഇപ്പൊ നമ്മൾക്ക് ചെയ്യേണ്ടത് അവരുടെ റിയൽ ലൈഫുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഒരു സ്റ്റോറി പോലെയാണ് നമ്മുടെ സെല്ലിംഗ് ടിപ്സ് പോകുന്നത് കേട്ടോ. ഇപ്പൊ 2-3 സെല്ലിംഗ് ടിപ്സ് പറഞ്ഞു കഴിഞ്ഞു. പറയുമ്പോൾ നിങ്ങൾ ആ സെല്ലിംഗ് ടിപ്സ് എന്ന് തന്നെ മെൻഷൻ ചെയ്ത് അടിവരയിട്ട് പോവുക.
പിന്നെ പെയിൻ ഇൻ യൂട്രസ്, അതായത് നമ്മുടെ ഗർഭപാത്രത്തിനുണ്ടാകുന്ന വേദന. പ്രസവിച്ചിട്ടുള്ളവർക്ക് പ്രസവ വേദന അറിയാം. പ്രസവ വേദനയെ കാട്ടി ബുദ്ധിമുട്ടുള്ള ഒരു വേദനയാണ് പീരിയഡ്സിന്റെ ടൈമിൽ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മസിൽ ക്രാമ്പാണ്. മസിൽ ക്രാമ്പ് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവിടെയും രക്തക്കുറവ് ഒരു കാരണമാകാം. മസിലിന് കൺട്രാക്ട് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും. പക്ഷെ ആ വേദന എല്ലാവർക്കും എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചാൽ ശരീരത്തിന്റെ കൂടുതൽ കുറവുകളാണ്. മസിലിന്റെ പവറിന്റെ കൂടുതൽ കുറവുകളാണ്. ശരീരത്തിലെ പോഷകങ്ങളുടെ കൂടുതൽ കുറവുകളാണ്. എൻസൈംസിന്റെ കുറവുകളാണ്. അമിനോ ആസിഡ്സിന്റെ കുറവുകളാണ് ഈ വേദനകൾ ഉണ്ടാവാൻ കാരണമാകുന്നത്. ഒരു കാരണവുമില്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം. ഡിപ്രഷൻ ഉണ്ടാവും. ഇതൊക്കെ പീരിയഡ്സിന്റെ ടൈമിൽ ഉണ്ടാവുന്നതാണ്. ശരിക്കും റിസർച്ച് സ്റ്റഡികൾ ഒരുപാട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇത് എല്ലാം നടക്കുന്നത് ഒരു ഹോർമോൺ ഇംബാലൻസിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഉള്ളതെന്ന് റിസർച്ച് സ്റ്റഡി നടത്തി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ശ്രദ്ധിക്കാൻ പറ്റില്ല. നോർമൽ അവസ്ഥയിലും പറ്റില്ല, പീരിയഡ്സ് ആകുമ്പോൾ ഒട്ടും പറ്റില്ല. സ്കൂളിൽ പോകാത്ത അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട് സ്ത്രീകൾക്ക്. പീരിയഡ്സ് ആകുമ്പോൾ 4 ദിവസം സ്കൂളിൽ പോകുന്നില്ല. 4 ദിവസത്തെ നഷ്ടം എന്ന് പറഞ്ഞാൽ ചെറിയ നഷ്ടമൊന്നുമല്ല. അവര് പിന്നെ ഓടിയെത്തിയാലും ഓടി പിടിച്ച് അതിനെ ഒന്ന് കവർ ചെയ്യാനും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റഡി സിസ്റ്റം ഉള്ളത്. പണ്ടത്തെ പോലെ ഒരു പ്രത്യേക റൂമിലൊന്നും മാറ്റിയിരുത്തുവോ കിടത്തുവോ അപ്പുറത്ത് മാറ്റി നിർത്തുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ അത് ഡിഫറെന്റ് ആയിരുന്നു. അവിടെ ശരിക്കും ശരീരത്തിന് റെസ്റ്റ് കിട്ടിയിരുന്നു. ഇപ്പോ അങ്ങനെയൊന്നില്ല. തൽക്കാലമായിട്ട് ചെയ്യുന്ന റെമഡിയാണ് ഈ കാണുന്നത്, ഹോട്ട് വാട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. തൽക്കാലത്തേക്കൊരു റെമഡി. ഇന്ന് ഇത്രയും നമ്മൾ കണ്ടതൊക്കെ നമ്മുടെ പഴയ കഥകളാണ്. ഇന്ന് നോക്ക, കുട്ടികൾ ഏത് ഏജിലും ഏത് സമയത്തും അവര് വർക്കിലാണ്, അവര് സ്റ്റഡിയിലാണ്, അവര് ഓൺ ടോയാണ്. ശരിക്കും പറഞ്ഞാൽ അവര് റെസ്റ്റ് ഇല്ലാതെ ഓടുന്ന സമയമാണ്. ആക്ടിവിറ്റീസ് ഒക്കെ സിഇഒസ് ആയിരിക്കും, അവര് ഗൈഡ് ചെയ്യുന്ന ടീം ലീഡേഴ്സ് ആയിരിക്കും. അവർക്ക് റെസ്റ്റ് എടുക്കുക അല്ലെ പീരിയഡ്സ് ആണെന്നുള്ള ഒരു എക്സ്ക്യൂസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യുമ്പോൾ വീട്ടമ്മയാണ്. വീട്ടിലെ പണികൾ കഴിഞ്ഞ് ബാഗും എടുത്ത് വെളിയിൽ ഇറങ്ങുമ്പോൾ അവര് വലിയ ഓഫീസേഴ്സ് ആണ്. തിരിച്ച് വീട്ടിൽ വരുമ്പം വീണ്ടും അവര് വീട്ടമ്മയായിട്ട് തന്നെ മാറും. അത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ മുതൽ സ്ത്രീയുടെ ശരീരത്തിലെ ആരോഗ്യത്തിന് ഇതിനെല്ലാത്തിനും നമുക്ക് സ്പെഷ്യൽ ആയിട്ട് സ്ത്രീ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. കറക്റ്റ് ആയിട്ട് ചെയ്യാത്തത് കൊണ്ട് 40 വയസ്സെത്തുമ്പോൾ 60 വയസ്സിന്റെ സ്കിന്നിന്റെ ചേഞ്ചസ് വരും. അതുപോലെ തന്നെ നമ്മൾ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ ബയോളജിക്കൽ ഏജ് കൂടുതൽ കാണുന്നുണ്ട്. അത് ഇന്റേണലി കാണുന്ന ഏജ്. നമ്മൾ പക്ഷെ നേരെ നോക്കി കാണുന്ന ഏജ് ആണ് ഈ പറയുന്നത്. സ്കിന്നിൽ ചുളുക്കം വരിക, എല്ലാ സെക്കൻഡ് ഡേയിലും 3-ാമത്തെ ദിവസവും നമ്മളുടെ സ്കിന്നിലെ സെല്ലുകൾ പുതുതാകുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. തേച്ച് കുളിച്ചു കഴിയുമ്പോൾ ശരീരത്തു നിന്ന് പോകുന്നത് ഡെഡ് സെൽസ് ആണ്. നമ്മൾ അതിനായിട്ട് പുതിയ സെല്ലുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രിപ്പറേഷൻ ചെയ്തിരുന്നു? ഒന്നും ചെയ്തിരുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുക? കോൺക്രീറ്റ് കെട്ടേണ്ട സ്ഥലത്ത് ബേസ് ബോർഡ് കൊണ്ട് വീട് വെച്ച പോലെ ഇരിക്കും. ഒരു ഭിത്തി അടന്നു പോയാൽ, കോൺക്രീറ്റ് കെട്ടിയിട്ടുള്ള ഭിത്തി അടന്നു പോയാൽ അവിടെ കോൺക്രീറ്റ് കൊണ്ട് തന്നെ കെട്ടിയാല്, പ്ലാസ്റ്റർ ചെയ്താൽ മാത്രമേ അതിന്റെ ബലവും അതിന്റെ സൗന്ദര്യവും ഉണ്ടാവുള്ളൂ, ഒരു ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മള് നോർമലി ഇങ്ങനെ പോകുന്നു. ശരീരത്തിന്റെ റെജിനുവേഷൻ അല്ലെങ്കിൽ പുതിയ സെല്ലുകൾ ഉണ്ടാകുമ്പം പുതിയ നല്ലതായിട്ട് സ്ട്രോങ് ആയിട്ട് ഉണ്ടാവണം എന്നുള്ളൊരു ചിന്ത പോലും നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട്, ആഹാരത്തിലെ പോഷക തത്വങ്ങൾ വളരെ കുറവായതുകൊണ്ടും എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഏറ്റവും മിനിമലി അവൈലബിൾ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വൈറ്റമിൻസും മിനറൽസും ഉപയോഗിച്ച് സ്കിന്നിൽ പുതിയ സെല്ലുകൾ ഉണ്ടാവുമ്പം ആ പുതിയതുണ്ടായത് എന്നുള്ള ഒരു ബലം അവിടെ ഉണ്ടാവില്ല, ഒരു സൗന്ദര്യം ഉണ്ടാവത്തില്ല. സാധനം അവിടെ ഉണ്ട്. പേപ്പർ വെച്ച് മടക്കിയതുപോലെയോ കോൺക്രീറ്റിന് പകരം മറ്റെന്ത് വെച്ചാലും അവിടെ ആ ബലവും സൗന്ദര്യവും കിട്ടില്ല എന്ന് പറഞ്ഞ സെയിം തത്വമാണ് നമ്മുടെ സ്കിന്നിലുള്ളത്. ഒരു ഹെൽത്തി സ്കിൻ വേണമെന്നുണ്ടെങ്കിൽ ആളിന്റെ സ്കിൻ കണ്ടാൽ അറിയാം ഹെൽത്തി ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ന്യൂട്രിചാർജ് വുമൺ സജസ്റ്റ് ചെയ്യാം. അവരെ കണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എനർജറ്റിക് ആയിട്ട് ഒരു നല്ല മനസ്സുണ്ടാവാനായിട്ട് നമുക്ക് ന്യൂട്രിചാർജ് വുമൺ പ്രൊമോട്ട് ചെയ്യാം. അതിലുള്ള പോഷക തത്വങ്ങളും. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് ശരിക്കും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത കൊറോണ കാലഘട്ടത്തിലും അത് കഴിഞ്ഞുമാണ്. അതിനു മുമ്പ് ഇമ്മ്യൂണിറ്റി ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഇമ്മ്യൂണിറ്റിയുമായിട്ട് ചിന്തിച്ചു തോന്നുന്ന എല്ലാം വാക്സിനേഷനിലായിരുന്നു, ഇല്ലേ? നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ട് വാക്സിനേഷന്റെ.
ആ വാക്സിനേഷൻ കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. എനിക്കൊരു വാക്സിനേഷനും തന്നിട്ടില്ല. അപ്പം വാക്സിനേഷൻ ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൂട്ടുമ്പോൾ നമ്മൾക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇപ്പൊ സ്ത്രീ ആയി കഴിഞ്ഞിട്ടാണ് ന്യൂട്രിചാർജ് വുമൺ കൊടുക്കുന്നത്. അതിന് മുമ്പത്തെ ഏജിൽ നമ്മൾ ന്യൂട്രിചാർജ് ടിപ്സ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പോഷകങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഉണ്ടെങ്കിൽ മാത്രമേ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ. ഉള്ള ഇമ്മ്യൂണിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളുടെ സപ്ലിമെന്റ് സഹായിക്കും. യൂത്ത്ഫുൾനെസ്, ആ ചെറുപ്പകാലം നിലനിർത്തുക. ബൈ ലുക്ക്, ബൈ എനർജി, ഈ രണ്ട് കാര്യത്തിലും, നമ്മുടെ പ്രവൃത്തിയിലും നമ്മളെ കാണുമ്പോഴും പ്രായം പറയാൻ പാടില്ല. അത് നിലനിർത്താം. അഡ്വാൻസ് ചെയ്ത ശരീരത്തിന്റെ പ്രായത്തിൽ, അപ്പൊ 60 വയസ്സല്ല 50 വയസ്സുള്ള ഒരു ലേഡിയുടെ ശരീരം കണ്ടാൽ അവരുടെ പ്രായം 20കളിൽ 30കളിൽ പറയുക. അതുപോലെ തന്നെ അവർ ഓടിച്ചാടി ജോലി ചെയ്യുന്നത് കണ്ടാൽ ഒരു 20കാരി അല്ലെ 30കാരി ജോലി ചെയ്യുന്നത് പോലെ അത്രയും എനർജറ്റിക് ആയിട്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് നിലനിർത്താൻ നമ്മളുടെ ന്യൂട്രിചാർജ് വുമൺ സഹായിക്കും. അതിന് സംശയമൊന്നുമില്ല. ഇത് റിക്വയർമെന്റ് ആണ്. RDA എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? RDA ഡെയിലി റിക്വയർമെന്റ്, ഡയറ്ററി അലവൻസ്. അത് വെച്ചാൽ WHO പറഞ്ഞത്, ICMR പറഞ്ഞത്, അതുപോലെ നാഷണൽ ന്യൂട്രീഷൻ സൊസൈറ്റി പറഞ്ഞത്, ഇതിലൊക്കെ ഒരു മിനിമം ലെവൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. വൈറ്റമിൻ സി ഇത്ര വേണം. ഒരു ദിവസം ഒരു നാരങ്ങാനീര് പോലും ഉള്ളിൽ ചെല്ലാത്ത, ഒരു തരത്തിലും പുളി ഉള്ളിൽ ചെന്നില്ലെങ്കിൽ വൈറ്റമിൻ സി എങ്ങനെ ചെല്ലും? പക്ഷെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴത്തേന് മിനിമം അളവിൽ ചെല്ലും. പുളിയായിട്ട് കഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ അടങ്ങിയ ഫുഡ് ഏതാണെന്ന് കണ്ടുപിടിച്ച് മിനിമം റിക്വയർമെന്റ് എങ്കിലും കിട്ടത്തക്ക രീതിയിൽ ചെയ്യുമ്പോഴും അയണിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അയണിനും ഫോളിക് ആസിഡിനുമാണ്. ഫോളിക് ആസിഡ് മാത്രം പോരാ. ഫോളിക് ആസിഡ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രഗ്നൻസിയുടെ സമയത്ത് ഏറ്റവും ആദ്യം കുഞ്ഞ് ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം രൂപപ്പെടുന്ന സിസ്റ്റം എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റമാണ്. ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം. ആ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തിന്റെ മെച്ചുറേഷൻ അനുസരിച്ചാണ് ആ കുട്ടിയുടെ ബുദ്ധിവികാസങ്ങളും അതുപോലെ ശരീരം ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഫോളിക് ആസിഡ് വേണം. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പദ്ധതി അംഗനവാടികൾ വഴി ടീനേജേഴ്സിന് 15 വയസ്സൊക്കെയുള്ള കുട്ടികൾ, പെൺകുട്ടികളുള്ള വീടുകളിൽ അല്ലെ അവരെ അംഗങ്ങളാക്കിക്കൊണ്ട് ആയമാര് കൊണ്ടുവന്ന് വീടുകളിൽ കൊടുക്കാറുണ്ട് ഫോളിക് ആസിഡ്. പക്ഷെ വീട്ടിലുള്ള ആൾക്കാര് ഗവൺമെന്റിൽ നിന്ന് കൊണ്ടുവന്നതാ, ഹെൽത്ത് സെന്ററിൽ നിന്ന് കൊണ്ടുവന്നതാ, അത്രയും ലാഘവത്തോടു കൂടി പുച്ഛിച്ച് തള്ളാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ല എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് പണിയില്ലാഞ്ഞിട്ടല്ല. നാളെ എന്ന് പറയുന്നത് നമ്മളില്ലാത്ത, അല്ലെ നമ്മൾക്ക് പകരമാക്കിയിട്ട് നമ്മുടെ മക്കളാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. അവര് ഹെൽത്തി ആയിട്ടിരിക്കണമെന്നുള്ളത് ഈശ്വരന്റെ നിശ്ചയമാണ്. അതുകൊണ്ടാണ് ആ ഒരു സാധനം നമ്മുടെ വീട്ടിലെത്തുന്നത്. അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന് എഡ്യൂക്കേഷൻ സെപ്പറേറ്റ് കൊടുക്കണം. കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഗവൺമെന്റിന്റെ പ്രൊജക്റ്റ് ആണ്. ആ പ്രൊജക്റ്റ് മനസ്സിലാകാത്തവർക്ക് നമ്മളുടെ പ്രൊജക്റ്റ് മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ. അങ്ങനെ സമഗ്രമായ ഒരു സപ്ലിമെന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ന്യൂട്രിചാർജ് ആണ്. അത് ന്യൂട്രിചാർജ് വുമൺ ആണ്. നമ്മൾ ഒരിക്കലും ഭക്ഷണം ആക്കാത്ത നമ്മുടെ ചെണ്ടുമല്ലിപ്പൂ വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ്. ഇത് ഓൾറെഡി പറഞ്ഞതാണ്. ന്യൂട്രിയൻസ് 50 ഉണ്ട്, വൈറ്റമിൻസ്, മിനറൽസ്, ഫ്രൂട്ട് ബ്ലൻഡ്, അതുപോലെ 6 ബോട്ടാണിക്കൽസ്, ഔഷധ സസ്യങ്ങളുടെ സത്ത്, അതാണ് ബോട്ടാണിക്കൽസ്. 5 അമിനോ ആസിഡ്. അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്ത് ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ട് മാറുന്ന, അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5 എണ്ണമാണുള്ളത്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് 9 ആണുള്ളത്. ഇതാണ് വൈറ്റമിൻസ്. വൈറ്റമിൻസ് ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ബോട്ടാണിക്കൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. തക്കാളിയിൽ നിന്നെടുക്കുന്ന ലിക്കോപ്പിൻ, സ്റ്റാർ ഫ്ലവറിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. ഈവനിങ് പ്രൈം റോസ് എന്ന് പറയുന്നത് 4 മണി പൂവെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ 4 മണി പൂവല്ല. കാരണം അത് രാത്രിയിൽ വിരിയുന്ന ഒരു മഞ്ഞപ്പൂവാണ്. സാധാരണ നമ്മൾ കാണുന്ന 4 മണി പൂവിനേക്കാൾ വ്യത്യസ്തമാണ് ഈ ഒരു ചെടി. ഫ്ലാക്സീഡ്, അതായത് ചണവിത്ത്, പിന്നെ ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, ഇത്രയും കാര്യം. ഇത് ഈ 6 എണ്ണമാണ് നമുക്ക് ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട് ആയിട്ടുള്ളത്. ലിക്കോപ്പിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? തക്കാളിക്കയിൽ ലിക്കോപ്പിൻ ഉണ്ട്. തക്കാളിക്ക നമ്മൾ അങ്ങനെ തന്നെ പച്ചയ്ക്ക് കഴിക്കുന്നില്ല, വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. തക്കാളിക്ക അരച്ച് മുഖത്തൊക്കെ തേച്ച് പാക്കിടുന്നത് കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ ഗുണം ചെയ്യും ആ തക്കാളിക്ക കഴിച്ചാൽ. എക്സ്റ്റേണലി കുറച്ച് ഗുണകരമാണ്, കുറച്ച് ഗ്ലൈസിംഗ് ഒക്കെ കൊണ്ടുവരും.
ഇപ്പൊ ഡയബറ്റീസ് ഉള്ളവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാനും ഹാർട്ടിന്റെ ഹെൽത്തിനും പ്രീമച്ചർ ഏജിങ്ങിനും ഒക്കെ തടയിടാനായിട്ട് ഇതിന് സഹായിക്കും. ഇതൊരു നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ല്യൂട്ടിൻ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്, കണ്ണിന്റെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മളുടെ സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നുണ്ടാകുന്ന ഒരു റേഡിയേഷന്റെ സൈഡ് എഫക്റ്റ് കുറയാനായിട്ട്, അത് റേഡിയേഷൻ കൂടുതൽ നമ്മുടെ കണ്ണിലെ മാക്കുലർ റീജിയനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അവിടുത്തെ പിഗ്മെന്റേഷൻ കുറയാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ജന്മത്തേക്ക് തരുന്ന ല്യൂട്ടിനും സിയാസാന്തീനും കൊണ്ട് വരുന്ന നമ്മള് ആ ജന്മം പകുതിയാവുന്നതിന് മുമ്പ് തന്നെ അത് തേയ്മാനം സംഭവിച്ച് തീരത്തക്ക രീതിയിലുള്ള ഒരു ജീവിത രീതിയാണ് ഇന്നുള്ളത്. ഏറ്റവും കൂടുതലുള്ളത് ഡിവൈസസ് ഉപയോഗിക്കുന്നു. അതുപോലെ LED ബൾബുകൾ, LED ലൈറ്റുകൾ നമ്മുടെ കണ്ണിലേക്ക് ആ ഒരു ബ്ലൂ ലൈറ്റിന്റെ അതിപ്രസരണം എത്തത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ്. ഇരുട്ടത്ത് നമ്മൾ മൊബൈൽ നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കണ്ണിന്റെ ആരോഗ്യം, കണ്ണിന്റെ വ്യായാമം, ഐ ഹെൽത്ത് എന്ന് പറയുന്നതും അതുപോലെ ഡിജിറ്റൽ ഹൈജീൻ എന്ന് പറയുന്ന ഒരു കാര്യം, അത് നമ്മൾ പാലിക്കാത്തത് കൊണ്ട് തന്നെ കൂടുതലും ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ കണ്ണാടി വെക്കുന്നവരാണ്. പണ്ടൊക്കെ മുതിർന്ന ആൾക്കാർ വെള്ളെടുത്ത് വരുമ്പോൾ കണ്ണാടി വെക്കാന്ന് കേട്ടിട്ടുണ്ട്. അതല്ലാതെ ആരും കണ്ണാടി വെച്ചിട്ട് സ്കൂളിലെ കുട്ടികളെ കണ്ടിട്ടില്ല. ഇന്ന് കണ്ണാടി ഇല്ലാത്ത കുട്ടികൾ വളരെ ചുരുക്കമാണ്. അപ്പൊ അവരുടെ ആ കണ്ണാടി ഉപയോഗിക്കാനുള്ള കാരണമായത് അവരെ പ്രസവിച്ച അമ്മയിൽ നിന്നുള്ള ഒരു കുറവാണ് അവരെ ബർത്ത് മുതൽ കണ്ണാടി വെക്കാനായിട്ട് പാകമാക്കി വിട്ടത്. അതുകൊണ്ട് അതിനെ തടയാൻ ഏതിനും സ്റ്റാർട്ടിങ് ശരിക്കും പ്രഗ്നന്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് മുതൽ കറക്ഷൻ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് അടുത്ത തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് റിസർച്ചേഴ്സിന്റെ ഒരു റിസൾട്ടാണ്. മാക്കുലയില് ല്യൂട്ടിൻ ആൻഡ് സിയാസാന്തീൻ ഉള്ളത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, അതിനെ റീപ്ലനിഷ് ചെയ്യാൻ പറ്റും. ഹൈ ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് ആണ് ഇതിനുള്ളത്. ഗ്രീൻ ടീ എക്സ്ട്രാക്ട് എല്ലാവരും ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഡയറക്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പുറമെ കുളിച്ചു വന്നില്ലേ, ഇനി അകം കുളിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ പരസ്യം, അല്ലേ, ഗ്രീൻ ടീ കുടിക്കുന്നത്. പക്ഷെ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ഈ കാണുന്നത് പോലെ തന്നെ പച്ച ഗ്രീൻ ടീ മാത്രമായിരിക്കണം. അതുപോലെ അത് ചൂടായിട്ട് കുടിക്കരുത്. രണ്ടാമത് ആഹാരവുമായിട്ട് ഒരു 3 മണിക്കൂർ ഗ്യാപ്പില് ഇത് കഴിക്കാവൂ. കാരണം മറ്റാഹാരത്തിന്റെ പോഷക തത്വങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. ഫാറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഇത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാം. ഏത് സമയത്ത് കഴിക്കുമ്പോഴും അതിന് മുമ്പ് ഒരു 3 മണിക്കൂർ മുമ്പ് ആഹാരം കഴിച്ചെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടും ഇമ്മീഡിയറ്റ്ലി ആഹാരം കഴിക്കാതിരിക്കുക. 3 മണിക്കൂർ ഗ്യാപ്പ് അപ്പുറം ഇപ്പുറം വെക്കുന്നത് നല്ലതാണ്. ഗ്രീൻ ടീ കുടിച്ചത് കൊണ്ട് ഫാറ്റ് കുറയാനാണ് എങ്കിൽ അങ്ങനെ ചെയ്യാം. ശരിക്കും ആന്റി ഏജിങ് ഫാറ്റാണ് നമ്മളുടെ ഏജിങ് പ്രോസസ്സിനെ കൂടുതൽ മുന്നോട്ട് ആക്സിലറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കൂടുതൽ ഫാറ്റ് ഇല്ലാതെ കറക്റ്റ് ആയിട്ട് മസിലുള്ള ഒരു ബോഡി, ലീൻ ബോഡി മാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രായം എടുത്തു പറയില്ല. അപ്പൊ ബ്ലഡിന്റെ മെറ്റബോളിസം കൂടാനായിട്ട് സഹായിക്കും, ഫാറ്റ് ബേണിനെ സഹായിക്കും, അതുപോലെ ഗ്ലൂക്കോസിന്റെ ലെവല് മാനേജ് ചെയ്യാൻ സഹായിക്കും, ഹാർട്ടിന്റെ ഡിസീസിനെ കുറയ്ക്കാം. കാരണം എന്താണ്, ഫാറ്റ് കുറയുമ്പോൾ തന്നെ നമുക്ക് കൊളസ്ട്രോളിന്റെ പ്രശ്നം ഉണ്ടാവില്ല, ബ്ലഡ് വെസൽസ് ഫ്രീ ആയിട്ട് ചംക്രമണത്തിന് പറ്റിയ ലെവലിലാകും, ഡൈജഷൻ പ്രത്യേകം കൂടും, അലേർട്ട്നെസ് കൂടും. മെന്റൽ അലേർട്ട്നെസ് കൂടുന്നത് ഗ്രീൻ ടീ ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ശരിക്കും നല്ല ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസിനെ ഉത്തേജിപ്പിക്കത്തക്കതാണ്. അതുകൊണ്ടാണ് മെന്റൽ അലേർട്ട്നെസ് കൂടുന്നത്. ഇതും സ്റ്റഡി പ്രൂവൺ ആണ്. സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്, മെൻസ്ട്രൽ പ്രോബ്ലംസ് ആൻഡ് ഡ്രൈ സ്കിൻ. സ്റ്റാർ ഫ്ലവർ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇതിന് നമുക്ക് ആ ഉണ്ടാകുന്ന പെയിനിനെ ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ ഡ്രൈ സ്കിന്ന് മാറ്റും. ഓവറോൾ നമ്മളുടെ ഗുളികയുടെ കണ്ടന്റ് മൊത്തം നമ്മൾക്ക് ആ ഒരു എക്സ്റ്റേണൽ ഫിറ്റ്നസ്, നമുക്ക് കാണുന്നവർക്ക് പെട്ടെന്ന് ആ ഒരു സ്കിന്നിന്റെ സോഫ്റ്റ്നെസ്സും കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ആളിന് എന്തോ പ്രത്യേകതയുണ്ട്, സ്കിന്നിന് ഒരു തിളക്കം, ഗ്ലാസ് സ്കിൻ കൺസെപ്റ്റ്. അതാണ് ഇപ്പോഴത്തെ ഒരു എറയില് കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ടീനേജേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നല്ല തിളക്കമുള്ള സ്കിൻ, അതാണ് ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ടീനേജേഴ്സിന് കൊടുക്കുമ്പോൾ അവരുടെ ആ ഗ്ലാസ് സ്കിൻ കൺസെപ്റ്റ് എടുത്ത് സംസാരിക്കാൻ പറ്റും. അതൊരു സെല്ലിംഗ് ടിപ്പാണ്. അടുത്തത് ഈ പ്രീമെൻസ്ട്രൽ പെയിനിന് ഇത് എങ്ങനെയാണ് ഗുണകരമെന്ന് പഠിച്ചു. പക്ഷെ അത് മാത്രമല്ല, ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾ, ബ്രസ്റ്റ് പെയിൻ, അതായത് പീരിയഡ്സിന് മുമ്പുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ബ്രസ്റ്റിന് നല്ല സ്വെല്ലിങ്ങും പെയിനും തോന്നും, അതൊക്കെ മാറ്റാനും
ഈവൻ ക്യാൻസേഴ്സിനെ പ്രിവെന്റ് ചെയ്യാൻ വരെ നമുക്ക് ഇതിന്റെ എക്സ്ട്രാക്ട് ഗുണം ചെയ്യുന്നതാണ് സ്റ്റഡീസ് തെളിയിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രീമെൻസ്ട്രൽ സിംറ്റത്തിനെ കുറയ്ക്കുക. പ്രീമെൻസ്ട്രൽ സിംറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ 3-4 ദിവസം നേരത്തെ തന്നെ ബ്രസ്റ്റ് ഹെവി ആയിട്ട് തോന്നാം, ബ്രസ്റ്റിന് പെയിൻ തോന്നാം, തൊടാൻ പറ്റാത്ത പോലെ പെയിൻ തോന്നാം. ഇതെല്ലാവർക്കും ഉണ്ടാവത്തില്ല, പക്ഷേങ്കിൽ അങ്ങനെ തോന്നുമ്പോൾ പീരിയഡ്സ് ആവാറായി എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ മൂഡ് സ്വിങ്ങിങ്, ഒരാവശ്യമില്ലാതെ ഇറിറ്റേഷൻ ഉണ്ടാവുക, സങ്കടം ഉണ്ടാവുക, ഇതൊക്കെ. അതുപോലെ ബ്ലോട്ടിങ്, ഇറിറ്റബിലിറ്റി, ബ്ലോട്ടിങ്, വയറിനകത്ത് ഗ്യാസ് നിറയുക, ഇതൊക്കെ ഒരു പ്രീമെൻസ്ട്രൽ സിംറ്റം ആണ്, പീരിയഡ്സ് ആവാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ള വിളിച്ചറിയിക്കലായിട്ടുള്ള ലക്ഷണങ്ങൾ ഒരു പരിധി വരെ എല്ലാവരും സഹിക്കുന്നതാണ്, പക്ഷെ ഒന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്. ഈവനിങ് പ്രിംറോസ്, ഈ ഒരു സംഭവം ഈവനിങ് പ്രിംറോസ് കൂടുതലും ഫീമെയിൽ ജെനൈറ്റൽ ഓർഗൻസിനെ, അതായത് സ്ത്രീകളിലെ റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പ്രജനന അവയവങ്ങൾ എന്ന് പറയുന്നത് യൂട്രസ്, ഓവറി ഒക്കെയാണ്. ഈ യൂട്രസ് ഓവറിയുടെ ഹെൽത്ത്, അതിനകത്ത് ഫൈബ്രോയിഡ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. എൻഡോമെട്രിയൽ തിക്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം, അത് ചെറുപ്പത്തിലല്ല, ഒരു 30 കഴിഞ്ഞ സ്ത്രീകളിലാണ് ഗർഭപാത്രത്തിന്റെ ഉൾഭിത്തിക്ക് കട്ടി കൂടുന്നത്. ആ കട്ടി കൂടുക എന്നുള്ളത് അതിപ്പോ ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവും. 30-35 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, അതൊക്കെ അങ്ങനെയാ ഉണ്ടാവും. ഏതാണ്ട് ഒരു നിയമം, അലിഖിത നിയമം പോലെയാണ് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത്രയും പ്രായം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ പോഷകങ്ങളുടെ ന്യൂനതയാണ് അവിടെ കൊണ്ട് എത്തിക്കുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ 2-3 വർഷത്തിനുള്ളിലേ മനസ്സിലായിട്ടുള്ളൂ. കാരണം ഈ ഒരു കണ്ടീഷൻ വളരെയധികം കഷ്ടപ്പെടുത്തിയതാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഫൈബ്രോയിഡ്സിനെ ക്ലിയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇതൊരു ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഒരു ടീനേജറിന് ഒരിക്കലും ഇന്നത്തെ മുതിർന്ന തലമുറ അനുഭവിച്ച തരത്തിൽ എൻഡോമെട്രിയോസിസ് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ സ്കിന്നിന്റെ വ്യത്യാസം, അവിടെ ആ ഷെയ്ഡ് കാണിച്ചിരിക്കുന്ന അതുപോലെ ഗ്ലോ ഉണ്ടാവും സ്കിന്നിന്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. മുഖത്തൊരു പാടുപോലും ഉണ്ടാവില്ല. ഇതും പ്രത്യേകം. EPO എന്ന് എഴുതിയിരിക്കുന്നത് ശരിക്കും ഈവനിങ് പ്രിംറോസ് ഓയിലാണ്. നോക്കാം അവിടെ എന്തൊക്കെ ഗുണങ്ങളാണുള്ളതെന്ന്. സ്കിന്നിൽ ഉണ്ടാവുന്ന പല കാരണങ്ങളും എന്ന് വെച്ചാൽ ചൊറി പോലെ ഉണ്ടാവുക, ചെറുത് സ്കിൻ തടിക്കുക, ചെറിയ പുഴുക്കടി പോലെ ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാർക്ക്. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ കൊടുക്കുന്നത് സ്ത്രീയുടെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി. ഏത് പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടും നമുക്ക് ന്യൂട്രിചാർജ് വുമൺ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഫ്ലാക്സീഡ്, ചണവിത്തിന്റെ ഓയില്, ഇത് നമുക്ക് ന്യൂട്രിചാർജ് omega-3 വെജ് ഒമേഗയിലുണ്ടല്ലേ. നമുക്ക് വെജ് ഒമേഗ കഴിക്കുമ്പോൾ അതിനകത്തുള്ളത് ഫ്ലാക്സീഡ് ഓയിലാണ്. പക്ഷെ ന്യൂട്രിചാർജ് വുമൺ മാത്രം കഴിക്കുന്ന ആളിനും അത് മിസ് ചെയ്യത്തില്ല. ന്യൂട്രിചാർജ് വുമണിനകത്തും ഒരു ഭാഗം ഫ്ലാക്സീഡ് ഓയിൽ എക്സ്ട്രാക്ട് ഉണ്ട്. ഇത് നമുക്ക് BPയും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി BP കൺട്രോൾ ആവും. ഇതും സ്റ്റഡി പ്രൂവൺ ആണ്. ഇനി ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻസിനകത്ത് തന്നെ നമ്മൾ വൈറ്റമിൻസ് എന്ന പേരിൽ അല്ലാതെ സ്പെഷ്യൽ നെയിമോട് കൂടി അറിയപ്പെടുന്നതാണ് ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള വൈറ്റമിൻസ്. വൈറ്റമിൻ A, വൈറ്റമിൻ C, വൈറ്റമിൻ E, ഇത് മൂന്നുമാണ് ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള വൈറ്റമിൻസ്. ഇതിന്റെ പ്രത്യേക ഗുണങ്ങളും നമുക്കറിയാം. പിന്നെ സെലേനിയം, ക്രോമിയം, മാംഗനീസ് ആൻഡ് സിങ്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സിങ്കിനെ പറ്റിയാണ്. സിങ്ക് ശരീരത്തിലുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും. അലേർട്ട്നെസ് കൂട്ടാൻ നമുക്ക് ഹൈ ആന്റി ഓക്സിഡന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ആയിരിക്കും. ഇത്രയും സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ വേണം. നമ്മൾ ഒട്ടും കേട്ടിട്ടില്ലാത്ത പേരാണ് സെലേനിയം, ക്രോമിയം, മാംഗനീസ്. ഇതൊക്കെ വേണം എന്നുള്ളത് വളരെ ലേറ്റ് ഇൻഫർമേഷൻസ് ആണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തുണ്ടെന്നുള്ളത് നമുക്ക് അളക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ ആഹാരത്തെ കോംപ്ലിമെന്റ് ചെയ്ത് ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് കൊടുത്താൽ അത് കംപ്ലീറ്റ് ഒരു ഫുഡായിട്ട് മാറും. ഇനി വെറൈറ്റി കളറുകളാണ് ഈ ഫ്രൂട്ട്സിന് അല്ലെ. ഓരോ ഫ്രൂട്ട്സിലും ഓരോ ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ട്. ആ ഓരോ ഫൈറ്റോ ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അതെല്ലാം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഗുളികയില്. ഇതൊന്നുകൂടെ എടുത്തു പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഫ്രൂട്ട് ബ്ലെൻഡ് ഞാൻ പറഞ്ഞല്ലോ, 100 മില്ലിഗ്രാം ഉണ്ട് അതിനകത്ത്. 100 മില്ലിഗ്രാം പെർ ടാബ്ലറ്റ് ഉണ്ട് ഓരോ ഗുളിക കഴിക്കുമ്പോഴും. അമിനോ ആസിഡ്സ് ഇതൊക്കെയാണ്: ട്രിപ്റ്റോഫേൻ, L-ലൈസിൻ, L-കാർണിറ്റിൻ, L-ഫിനൈലലാനിൻ, L-അർജിനിൻ. ഈ സയൻസ് ഒന്നും ഒരു വ്യക്തിക്കും ആവശ്യമില്ല, പക്ഷെ നമുക്കിത് ആവശ്യമുണ്ട്. നമ്മൾ ഇത് മനസ്സിലാക്കണം. നമ്മൾ കാണുന്ന പബ്ലിക് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാരുണ്ട്.
ബോധർ ചെയ്യുന്നില്ല. എനിക്ക് അതിന്റെ ഗുണം കിട്ടിയാൽ മതി, അതിൽ എന്തുണ്ടെന്നുള്ളതല്ല, എന്റെ ബുദ്ധിമുട്ട് മാറിയാൽ മതി. ഇങ്ങനെ പല ചിന്താഗതിയിലുള്ള ആൾക്കാർ നമ്മൾക്ക് കിട്ടും. നേരെ മറിച്ച് നമ്മളിത് സെയിൽ ചെയ്യാൻ ചെല്ലുമ്പം നമ്മളുടെ അറിവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്താണെങ്കിലും കുറെ ക്വസ്റ്റ്യനുമായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇനി അത് നമ്മൾ കൊടുത്തിട്ട് തിരിച്ചു പോന്നു കഴിഞ്ഞിട്ടാണെങ്കിലും അവർ തിരിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. എനിക്ക് ചോദ്യം വന്നിട്ടുണ്ട്, ഇതിനകത്ത് ഇത്ര ഇതുണ്ട്, ഇത് ദോഷമാണല്ലോ എന്ന് പറയുന്നത്. ഞാൻ തിരിച്ചു ചോദിച്ച ഒരു കാര്യം, ഈ ഒരു സാധനം ഈ ഭൂമിയിൽ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞത് ഞാൻ ആ ഒരു സാധനം നിങ്ങളുടെ കൈ കൊണ്ട് തന്നതിന് ശേഷമല്ലേ? അതിനുശേഷമല്ലേ നിങ്ങൾ സെർച്ച് ചെയ്തുള്ളൂ? നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളിക ഒരെണ്ണം എടുത്ത് സെർച്ച് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്നിട്ട് ഈ ചോദ്യം നിങ്ങൾ ഡോക്ടറോട് ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇങ്ങനെ തിരിച്ചു ചോദിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള അറിവുകൾ നമ്മൾ നേരും. ഇത് പക്ഷെ മുഴുവനും കൊണ്ട് പബ്ലിക്കിന് വിളമ്പാൻ വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് പബ്ലിക്കിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ട്രിപ്റ്റോഫാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോന്നിനും പ്രത്യേകം പറഞ്ഞു പോകണ്ട. നമ്മുടെ പൊതുവെ പറഞ്ഞാൽ ഒരു നല്ല മാനസികാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. കാൽഷ്യം, നമ്മൾ കഴിക്കുന്ന കാൽഷ്യം പലപ്പോഴും എല്ലാവർക്കും കിട്ടുന്നതാണ്. കാലുകഴപ്പ് കൊണ്ട് പോകുമ്പോൾ, പുറം വേദനയും കൊണ്ട് പോകുമ്പോൾ വൈറ്റമിൻ ഡിയും കാൽഷ്യവും ചേർന്നിട്ടുള്ളൊരു മിശ്രിതം ഒന്നുകിൽ ഒരു പൗഡർ ഫോമിൽ കിട്ടും, അല്ലെങ്കിൽ ഒരു ഗുളികയായിട്ട് കിട്ടും. കാൽഷ്യം കഴിക്കുന്നുണ്ട്. കാൽഷ്യം എത്ര നാള് കഴിക്കുന്നു അത്രയും കാലം കഴിച്ചോ, ആരും പറയില്ല, നിർത്താൻ പറയില്ല. പക്ഷെ ആ കാൽഷ്യം ഉള്ളിൽ ചെല്ലുമ്പോൾ അതിനെ അബ്സോർബ് ചെയ്യാൻ പാകത്തിന് ലൈസിൻ കിട്ടുന്നുണ്ടോ? ലൈസിൻ ഓൾറെഡി ഉണ്ടോ? ലൈസിൻ ഉണ്ടെങ്കിൽ മാത്രമേ കാൽഷ്യം ബോണ്ട് ചെയ്തിട്ട് എല്ലിനകത്തോട്ട് കൊണ്ടുപോവുകയുള്ളൂ. അപ്പൊ നമ്മൾ കഴിക്കുന്ന കാൽഷ്യം കാർബണേറ്റ് ആണെന്ന് ഓർമ്മ വേണം. കാൽഷ്യം കാർബണേറ്റ് എന്താണ്? ചുണ്ണാമ്പാണ്. അത് അങ്ങനെ വിഴുങ്ങുന്നതിനേക്കാൾ നല്ലത് ചുണ്ണാമ്പ് അലിയിച്ച് തെളിവെള്ളം കുടിച്ചാലും നമുക്ക് ആ കാൽഷ്യം കാർബണേറ്റ് കഴിച്ചതിന്റെ ഒരു എഫക്റ്റ് കിട്ടും. അപ്പൊ ഇത് ശരീരത്തിൽ ചെല്ലുമ്പോൾ അതിനെ അബ്സോർബ് ചെയ്ത് രക്തത്തിൽ ചെല്ലുന്നതിനെ അബ്സോർബ് ചെയ്ത് ശരീരത്തിൽ അതിന്റെ ഗുണം കിട്ടണമെങ്കിൽ എന്ത് വേണം? ലൈസിൻ വേണം. ഇതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ കാൽഷ്യം വിഴുങ്ങിക്കൊണ്ടിരുന്നത് ഇത്രയും കാലം. ഇത് L-കാർണിറ്റിൻ. ഇതും എല്ലാം ഓരോ ഇൻഗ്രീഡിയന്റും പ്രത്യേകം സ്റ്റഡി ചെയ്ത് അതിന്റെ ഗുണങ്ങൾ പ്രൂവ് ചെയ്തതിന് ശേഷമാണ്. ഇനി ഓൾ ടോട്ടൽ ആണ് ഇപ്പം ഗിരീഷ് സാർ പരിചയപ്പെടുത്തിയ ആ ഒരു സ്റ്റഡി നടക്കുന്നത്. ഈ പ്രൊഡക്റ്റ് ആസച്ച് കൊടുത്തിട്ടാണ്. ഇതിനകത്ത് ഇപ്പൊ ഓരോ ഇൻഗ്രീഡിയന്റിന്റെ വിവിധമായ സ്റ്റഡികൾ എടുത്തിട്ട് അതിന്റെ ഒരു എക്സ്ട്രാക്ട് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. ശരീരത്തിന്റെ ഫിസിക്കൽ കപ്പാസിറ്റി കൂട്ടാനും കോഗ്നിറ്റീവ് ആക്ടിവിറ്റി, അതായത് കണക്ട് ചെയ്ത് ചിന്തിച്ചു പോകുക, നമ്മൾ ഒരു കാര്യം വിശകലനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ മനസ്സിനുണ്ടാക്കുക. അതാണ് ശരിക്കും കോഗ്നിറ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഫിനൈൽ അലാനിൻ എന്ന് പറയുന്നത് കൂടുതലും ഡിപ്രഷൻ മൂഡിലൊക്കെ പോകുന്നവർക്ക്, അതിന്റെ കുറവ് കൊണ്ട് തന്നെ ശരിക്കും ആഹാരം കുറയും, ഇമ്മ്യൂണിറ്റി ഡൗൺ ആകും, ആർത്രൈറ്റിസ്, സന്ധിവാദം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാം, മെൻസ്ട്രേഷൻ റിലേറ്റഡ് പ്രോബ്ലം ഉണ്ടാകാം, മൈഗ്രെയിൻ ഉണ്ടാവാം. ഇതിനൊക്കെ തന്നെ ഒരു പരിഹാരമാണ് ശരിക്കും ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന കണ്ടന്റ്. L-ആർജിനിൻ ശരിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ബ്ലഡ് ഫ്ലോ കൂട്ടുക എന്നുള്ള അതിനകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണ്ട. ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ ഇത് സഹായിക്കുന്നു എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് എന്താണ്, മസിൽസിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കിട്ടും. മസിലിന് ആവശ്യമായിട്ടുള്ള ലൂസിൻ, അതുപോലെ തന്നെ പ്രോട്ടീന്റെ മറ്റ് അംശങ്ങൾ, ഇതൊക്കെ ചെല്ലുമ്പോൾ മസിൽ നഷ്ടപ്പെടാതിരിക്കും. പ്രകൃതി നിയമം അനുസരിച്ച് 35 വയസ്സ് കഴിഞ്ഞ് ഏതൊരു സ്ത്രീയിലും ഏതൊരു പുരുഷനിലും 1% മസില് കുറയും. ആ കുറവിനെ 35 വയസ്സ് കഴിയുമ്പോൾ കുറയാതിരിക്കണമെങ്കിൽ അതിനു മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കണം. ഫുഡും എക്സസൈസും. ഹീമോഗ്ലോബിൻ കൂട്ടാം. ഇത് നമ്മളുടെ നഷ്ടത്തെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഈ കണക്കുകളൊന്ന് ജസ്റ്റ് അവനവന്റെ മനസ്സിൽ ഓർത്തു വെക്കുക, നമ്മളോട് ചോദ്യം വന്നാൽ പറയാൻ വേണ്ടി മാത്രം. അതല്ലാതെ പബ്ലിക്കിൽ പോയി സംസാരിക്കുമ്പോൾ ഈ സയൻസ് യാതൊന്നും നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളുടെ കയ്യിലുള്ളത് ബിസ്ഗ്ലൈസനേറ്റ് ഫോമിലുള്ള അയണാണ്. നമുക്ക് സാധാരണ ഫാർമസ്യൂട്ടിക്കലിൽ നിന്ന് കിട്ടുന്നത് അയണിന്റെ ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്ന ഫോമാണ്. ഒരു 27 മുതൽ 28% വരെ മാത്രം അബ്സോർപ്ഷൻ റേറ്റ് ഉണ്ട്. അതിന്റെ കൂടെ ഫുഡ് ഇന്ററാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും അതിനേക്കാൾ കുറയും. ഇപ്പൊ ചായ കുടിക്കുമ്പോൾ അയൺ ഗുളിക കൂടെ കഴിച്ചു കഴിഞ്ഞാൽ 1% പോലും അബ്സോർബ് ചെയ്യാനായിട്ട് അയൺ കിട്ടത്തില്ല. കാരണം ഫുഡ് ഇന്ററാക്ഷൻ നടന്ന് അത് വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഈ ഒരു ഗുളികയ്ക്കകത്ത് മീൻസ് അയൺ ചേർത്തിരിക്കുന്നത് ബിസ്ഗ്ലൈസനേറ്റ്, അതായത് ഫെറസ് ബിസ്ഗ്ലൈസനേറ്റ് എന്ന് പറയുന്ന രൂപമാണ്. ഏറ്റവും
സോലിബിൾ ആയിട്ടുള്ള, ഏറ്റവും ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള, അബ്സോർബിൾ ആയിട്ടുള്ള, അലിഞ്ഞു ചേർന്ന് ആഗിരണം ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഫോമാണ് ബിസ്ഗ്ലൈസിനേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഗുണം 90% ബയോ അവൈലബിൾ ആയിരിക്കും. മറ്റേത് എത്രയാണ്? 27 മുതൽ 28%. 90% നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അതിനേക്കാൾ കൂടുതൽ ഇത് വയറിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. സാധാരണ അയൺ ഗുളിക കഴിച്ചാൽ ചിലർക്ക് വയറുവേദന, വയറ്റിളക്കം, ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളുടെ ഗുളിക കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാവാറില്ല. ഇനി അഥവാ ഗുളിക കഴിച്ചിട്ട് ആരെങ്കിലും ബ്ലോട്ടിംഗ് പറഞ്ഞാൽ അവരോട് കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കാൻ പറയുക. ഓക്കെ. അനീമിയ എന്നൊരൊറ്റ കണ്ടീഷൻ കൊണ്ട് ഉണ്ടാകാവുന്ന ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ. ഏറ്റവും മേജർ ആയിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നതാണ് ഹെയർ ഫോൾ. മുടി കൊഴിയുന്നതിന് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നിങ്ങളോട് ചോദിക്കാം. മുടി കൊഴിയുന്നതിന് എൻ്റെ കയ്യിൽ ന്യൂട്രിചാർജ് വുമൺ ഉണ്ട് എന്ന് പറയാം. തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ട്, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ന്യൂട്രിചാർജ് വുമൺ ഉണ്ട് എന്ന് പറയാം. എനിക്ക് മുഖക്കുരു വരുന്നു, അതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ഉണ്ട്, ന്യൂട്രിചാർജ് വുമൺ ഉണ്ടെന്ന് പറയാം. എല്ലാ പ്രോബ്ലത്തിനും, ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ആരോഗ്യ പ്രശ്നത്തിനെല്ലാം ബേസിക് ആയിട്ട് നമുക്ക് അതിനെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്നത്. ഇനി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അനീമിയ ഉണ്ടായാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും? പ്രീമച്ചർ ഡെലിവറി ഉണ്ടാവാനായിട്ട്, മാസം തികയുന്നതിന് മുമ്പ് പ്രസവിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാവാൻ കാരണമാകും. മറ്റേണൽ മോർട്ടാലിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അത് മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ വളരെ കുറവാണ്. ഡെത്ത് റേറ്റ്, പ്രസവത്തോടു കൂടി സ്ത്രീകൾ മരിക്കുന്ന സംഭവം പണ്ട് നോർമൽ ഒരു കോമൺ ആയിരുന്നെങ്കിൽ ഇപ്പൊ അധികം അങ്ങനെ കേൾക്കാറില്ല. പിന്നെ പഠിക്കുന്ന പ്രായത്തിൽ അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കേൾക്കാനോ ശ്രദ്ധിക്കാനോ ഓർത്തിരിക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ അനീമിയ ആയിട്ടുള്ള ഒരു ലേഡിക്ക് ഉണ്ടാകുന്ന കുഞ്ഞ് ഒരിക്കലും കറക്റ്റ് വെയിറ്റ് ആയിരിക്കത്തില്ല. മാസം തികഞ്ഞാലും അവിടെ വെയിറ്റ് ഇല്ലാതെ ഒരു പ്രസവം നടക്കും. പ്രീമച്ചർ ബെർത്തോ അല്ലെങ്കിൽ സ്റ്റിൽ ബെർത്ത് എന്ന് പറഞ്ഞാൽ ഗർഭത്തിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞ് മരിക്കുന്ന അവസ്ഥയിലേക്കും പോകാം. എല്ലിന് കനം കിട്ടാൻ, എല്ലിന് വേദന, കാലുവേദന, കാല് കട്ടുകഴപ്പ്, ഇത് സെല്ലിംഗ് പോയിന്റ് ആണ്. കാലുവേദന, കാലിന് കട്ടുകഴപ്പ് എന്നൊക്കെ പറയുന്ന സ്ത്രീകളിൽ ന്യൂട്രിചാർജ് വുമൺ എന്ത് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. കാലിന് വേദന ഉണ്ടാവാനായിട്ട് കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഒരു കാരണമാകാം. അപ്പൊ മിനിമം നമുക്ക് 200 മില്ലിഗ്രാം കാൽഷ്യം ഉറപ്പായിട്ട് നമുക്ക് അബ്സോർബിൾ ഫോമിൽ, നമ്മളുടെ മിൽക്ക് കാൽഷ്യം ആണ്, കാൽഷ്യം കാർബണേറ്റ് അല്ല, മിൽക്ക് കാൽഷ്യം ആണ്. അപ്പൊ അത് ഇതിനകത്തുണ്ട്. ഒരു 99% അബ്സോർബിൾ ആണ്. അതുകൊണ്ട് പാല് കുടിക്കാത്ത ആൾക്കാർക്ക് പാലിനകത്ത് കാൽഷ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു ഗുളിക സജസ്റ്റ് ചെയ്താൽ അവരുടെ കാലുകഴപ്പ് പെട്ടെന്ന് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റ് വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ഇതിനകത്തുണ്ട്. ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് കൊടുക്കാം. അത് വേറൊരു ടിപ്പാണ്. സോഫ്റ്റ് സ്കിൻ ഉണ്ടാവാം, സ്മൂത്ത് ആൻഡ് സപ്പിൾ, നല്ല ഗ്ലാസ് സ്കിൻ കൺസെപ്റ്റ് ഓൾറെഡി പറഞ്ഞതാണ്. പ്രിവെന്റ് പ്രീമച്ചർ സൈൻ ഓഫ് ഏജിങ്, പ്രായമാകാതെ അകാല വാർദ്ധക്യം, പ്രായമാകാതെ പ്രായമാവുക എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഒഴിവാക്കാനായിട്ട് ഇത് സാധിക്കും. അതിന് ഏതൊക്കെ സഹായിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. സ്ലൈഡ് നിങ്ങളുടെ അടുക്കൽ എത്തുമ്പോൾ കറക്റ്റ് ആയിട്ട് നോട്ട് എഴുതിയെടുത്താൽ മതി. ഡിപ്രഷനും പ്രീമെൻസ്ട്രൽ സിംറ്റം ഒക്കെ കുറയാനായിട്ട് സഹായിക്കും. അതിന് സഹായിക്കുന്നതാണ് ഈവനിങ് പ്രിംറോസ് ഫ്ലാക്സീഡ് എക്സ്ട്രാക്ട്. ഉറക്കം നന്നായിട്ട് കിട്ടാൻ, അതിനോടൊപ്പം തന്നെ ഞാൻ പറയാം, ഉറങ്ങാതിരുന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഇത് ഹെൽപ്ഫുൾ ആണ്. കാരണം ഇതിനകത്ത് ബി കോംപ്ലക്സ് മുഴുവനുണ്ട്. ബി കോംപ്ലക്സിൽ വൈറ്റമിൻ B12 ആണ് ഏറ്റവും അധികം സഹായിക്കുന്നത് ഉറങ്ങാതിരുന്ന് പഠിക്കാൻ. ഇനി ഇതിനകത്തുള്ള ഫ്രൂട്ട്സിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഫ്രൂട്ടിനും എന്താണുള്ള, ഏത് ഫൈറ്റോന്യൂട്രിയൻസ് ആണ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഓവറോൾ ഒരു സ്ത്രീയുടെ ഹെൽത്തിലേക്ക് നയിക്കുന്നതാണ്. ടീനേജേഴ്സിന് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ഒന്ന് സ്കിന്നിന്റെ ഹെൽത്ത്, രണ്ട് അവരുടെ മുഖത്തിന്റെ ഗ്ലോ, മൂന്നാമത് അവരുടെ നെയിൽ ഹെൽത്ത്. അതിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിലുണ്ടെന്ന് പറയാം. നിങ്ങളുടെ നെയിലൊക്കെ നല്ല കട്ടിയാകും, കീറിപ്പോകുന്നില്ല. കാരണം ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. എനിക്ക് നഖമില്ലായിരുന്നു, കാലില് നഖമില്ലായിരുന്നു, കയ്യിലെ നഖം കീറിപ്പോകുമായിരുന്നു. അപ്പൊ നമ്മളുടെ സ്വന്തം എക്സ്പീരിയൻസോ നമ്മൾ കൊടുത്ത കസ്റ്റമറിന്റെ എക്സ്പീരിയൻസോ ഓർത്ത് വെച്ച് മറ്റൊരാളിലേക്ക് പറയുക എന്നുള്ളത് ഒരു സെല്ലിംഗ് ടിപ്പാണ്. ഓക്കെ, അതാണ് സ്റ്റോറി ടെല്ലിംഗ്. പിന്നെ നമുക്ക് ഓവറോൾ എനർജി സ്റ്റാർട്ട് ചെയ്യാം. മീൻസ് നമ്മളൊരു രാവിലെ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ പുറത്തു പോയി തിരിച്ചു വന്നു, ബാഗ് തോളേന്ന് താഴെ ഇട്ട് അടുത്ത പണിയിലേക്ക് പോകാം.
നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ പുറത്തു പോയാൽ തിരിച്ച് പകുതി വഴി എത്തുമ്പോൾ ഞാൻ തീരുമാനിക്കുന്നത് ഇനി ഒന്ന് ഉറങ്ങിയിട്ട് ബാക്കി കാര്യമുള്ളൂ, ചെന്നിട്ട് വേണം ഒന്ന് കിടക്കാൻ. ഞാനിപ്പോ എത്ര വൈകി കയറി വന്നാലും കൊള്ളാം, ബാഗ് ഇറക്കി വെക്കുക, അടുത്ത പണിയിലേക്ക് പോകുക എന്നുള്ളതല്ലാതെ എനിക്ക് കിടക്കാൻ തോന്നാറില്ല. നമ്മൾ അടുത്ത പണിയിലേക്ക് പ്ലാൻ ചെയ്യാൻ നമ്മുടെ മാനസികാവസ്ഥ മാറ്റി തരുന്നുണ്ട്. ആ എനർജി ബോഡിക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ബോഡിയുടെ എനർജി ലെവൽ കൂട്ടാൻ കണ്ടിന്യൂസ് ജോലി ചെയ്യുന്ന, ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ കണ്ടിന്യൂസ് ക്യാമറയുടെ മുമ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മുടെ ഗുളിക ഒരു 30 ഗുളികയുടെ പാക്കറ്റ് ആണുള്ളത്. പക്ക വെജിറ്റേറിയൻ ആണ്. മോയ്സ്ചർ പ്രൂഫ്, അതായത് നമ്മൾ അത് പൊട്ടിച്ചിടുന്നില്ല. ഓരോ ദിവസവും എടുക്കുന്നത് അപ്പൊ തന്നെ എടുക്കുന്നു, കഴിക്കുന്നു. അറ്റ്മോസ്ഫിയറുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും വരുന്നില്ല. അതിൽ അയൺ ഉള്ളത് കൊണ്ട് അത് കറുത്തു പോകാം. എവിടെയെങ്കിലും അത് പാക്കറ്റ് പൊട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഏറ്റവും മൈക്രോ ഹോൾസ് ഉണ്ടാവും എന്നാണ്. പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വെളിയിലേക്ക് അയച്ച ടാബ്ലറ്റ് കറുത്തതായിരുന്നു എന്ന്. അത് എവിടെയെങ്കിലും പാക്കിങ്ങിൽ ഡിഫറൻസ് വന്നതായിരിക്കും. അത് കമ്പനിയിൽ ഇൻഫോം ചെയ്താൽ നിങ്ങൾക്കത് മറ്റ് പ്രൊഡക്റ്റുകൾ റീപ്ലേസ് ചെയ്യുന്നത് പോലെ തന്നെ റീപ്ലേസ് ചെയ്ത് കിട്ടും. ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്? പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത എല്ലാ സ്ത്രീകൾക്കും കൊടുക്കാവുന്നതാണ്. പിന്നെ മെനപ്പോസ്, അതായത് ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ അവർ അനീമിക് ആണെങ്കിൽ, അവരിൽ രക്തക്കുറവുണ്ട്, വിളർച്ചയുണ്ടോ എന്നാണെങ്കിൽ 1 മാസമോ 2 മാസമോ ഇത് കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ന്യൂട്രിചാർജ് മാനിലേക്ക് പോകാം. യൂട്രസ് എടുത്തു കളഞ്ഞ സ്ത്രീകളിൽ അനീമിയ ഉണ്ടെങ്കിൽ ഇത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ അയണിന്റെ കണ്ടന്റ് ഇതിനകത്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 21 മില്ലിഗ്രാം അയൺ അവരുടെ ശരീരത്തിൽ ആവശ്യമില്ല. കാരണം ആർത്തവം നടക്കാത്തത് കൊണ്ട് ശരീരത്തിൽ നിന്ന് ബ്ലഡ് പുറത്തു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, എന്നാൽ അവർക്കത് കഴിച്ചിട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കണ്ടിന്യൂ ചെയ്യരുത് എന്ന് പറയുന്നുമില്ല. പക്ഷെ ഇതിനകത്ത് കാര്യങ്ങൾ ഇങ്ങനെയാണ്. അവനവന്റെ ബുദ്ധി ഉപയോഗിച്ച് ഏത് എവിടെ കൊടുക്കണമെന്ന് ഡിസിഷൻ നമ്മൾ എടുക്കണം. എന്നിട്ട് കൊടുത്തത് ഒരു തെറ്റായ കസ്റ്റമർ ആണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്രസ് ഇല്ലാത്ത ഒരു സ്ത്രീ, അതായത് യൂട്രസ് എടുത്തു കളഞ്ഞ ഒരു സ്ത്രീക്ക് നമ്മൾ ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് കൊടുത്തു. അവരെ ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ട് ഏതെങ്കിലും ഉണ്ടോ ഇല്ലയോ, അവർ കംഫർട്ടബിൾ ആണോ ഇല്ലയോ എന്ന് നമ്മൾ അറിയാം. ബുദ്ധിമുട്ടുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്നതിന് പകരം ഗുളിക കഴിച്ചിട്ട് എങ്ങനെയുണ്ട്, ഫീലിംഗ് സൂപ്പർ അല്ലേ എന്ന് ചോദിക്കാം. അതല്ലാണ്ട് അവർ നോ ഞാൻ എനിക്ക് ഒരു സുഖമില്ല എന്ന് പറയത്തക്ക രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കല്ലേ. അഥവാ അവരോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൗൺസിലിംഗിൽ തന്നെ അവരോട് പറയണം, യൂട്രസ് എടുത്തു കളഞ്ഞ സ്ത്രീകൾക്ക് ഇതിന്റെ ആവശ്യമില്ല ശരിക്കും, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്, കാരണം നിങ്ങൾക്ക് രക്തക്കുറവുണ്ട്. അതൊന്ന് മെയിൻറ്റെയിൻ ആകുന്നത് വരെ നമുക്ക് ഇത് കൊണ്ടുപോകാം. ഇത് കഴിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചു പറയാം. അതാണ് ഫസ്റ്റ് കൗൺസിലിംഗ്. അല്ലെങ്കിൽ ഫസ്റ്റ് സെയില് കറക്റ്റ് ആയിട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഫോളോ അപ്പിന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടിയെന്ന് വരില്ല. ഈ തെറ്റുകളൊക്കെ എനിക്ക് പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കൊടുക്കാമോ കൊടുക്കാൻ പാടില്ലേ? ഉറപ്പായിട്ടും കൊടുക്കാം. 2 എണ്ണം വെച്ചിട്ട് കൊടുക്കാം. അവരുടെ മനസ്സ് സമ്മതിക്കുമെങ്കിൽ, അവരുടെ വീട്ടുകാർ സമ്മതിക്കുമെങ്കിൽ. ഒരുമാതിരിപ്പെട്ട ആൾക്കാർ ആരും സമ്മതിക്കില്ല. ഇതിനെപ്പറ്റി അറിയുന്നവർ മാത്രമാണ് എടുക്കുന്നത്. അവർക്ക് 2 ഗുളിക വെച്ച് കൊടുക്കാം. 2 ഒന്നിച്ചല്ല, രാവിലെ ഉച്ചയ്ക്കും ആഹാരത്തിന് ശേഷം. രാത്രി കൊടുക്കാൻ നിൽക്കണ്ട. അവർക്ക് കൂടുതൽ ഫോളിക് ആസിഡ്, അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് അവർ പുറത്തുനിന്ന് ഫോളിക് ആസിഡും കാൽഷ്യം ഗുളിക ശരിക്കും നല്ലത് ഹോമിയോയുടെ ഗുളികയാണ്. കാൽഷ്യം ഗുളിക നല്ലത് ഹോമിയോയുടെ ഗുളിക. കാരണം ഇതിന്റെ കൂടെ അതും കൂടെ ചെല്ലുമ്പോൾ അതിന്റെ അബ്സോർപ്ഷൻ റേറ്റ് കൂടും നല്ലത്. അതുകൊണ്ട് അങ്ങനത്തെ ഹോസ്പിറ്റലിനെ ടോട്ടലി തള്ളിക്കളഞ്ഞിട്ടല്ല നമ്മളിത് പറയേണ്ടത്. നമ്മൾക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. പ്രഗ്നന്റിൽ നമ്മൾ ന്യൂട്രിചാർജ് DHA 200 കൂടെ കൊടുക്കാൻ മറക്കണ്ട. എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. 1 ഗ്ലാസ് വെള്ളത്തിന്റെ കൂടെ ആഹാരത്തിന് ശേഷമാണ്. എത്ര നാൾ എടുക്കണം എന്ന് ചോദിച്ചാൽ, എത്ര നാൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം അത്രയും കാലം എടുക്കാം. പിന്നെ ചില സ്ത്രീകളിൽ ഇത് കണ്ടിന്യൂസ് കഴിച്ചു കഴിയുമ്പോൾ നെഞ്ചരിച്ചിൽ ഉണ്ടാവാറുണ്ട്. ആർത്തവം നിന്ന സ്ത്രീകളിലാണ്. അപ്പം എനിക്ക് കണ്ടിന്യൂസ് ഇത് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഒന്നത്രാടം അല്ലെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും നെഞ്ചരിച്ചിൽ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ന്യൂട്രിചാർജ് മാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനെ സ്വയം മനസ്സിലാക്കി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ
കസ്റ്റമേഴ്സിനോട് നിങ്ങൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അയണിന്റെ ആവശ്യം കൂടുതലില്ലാത്ത ശരീരത്തിൽ അയൺ അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെഞ്ചരിച്ചിലാണ് ബോഡി പറയുന്ന ഒരു ലാംഗ്വേജ്. ആ നെഞ്ചരിച്ചിലോ ബ്ലോട്ടിങ്ങോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം. അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ന്യൂട്രിചാർജ് മാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇതൊക്കെ പണ്ടത്തേതാണ്. 440 പണ്ടത്തേതല്ല, 440 DP ആണ്. 550 രൂപയാണ് നമ്മളുടെ MRP പ്രൈസ്. മറ്റ് കണ്ടന്റുകൾ നോക്കാം. മറ്റ് കമ്പനികളുടെ വാല്യൂ ഫോർ മണി, കൊടുക്കുന്ന പൈസയ്ക്ക് തക്കതായ മൂല്യം തിരിച്ചു തരുന്ന പ്രൊഡക്റ്റ് ആണോ ഇല്ലയോ എന്നൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും കമ്പാരിസൺ എന്ന് പറയുന്നത് പബ്ലിക്കിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്കൊന്ന് സ്വയം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയുടെ തക്ക മൂല്യമുണ്ടോ ഇല്ലയോ എന്ന്. ന്യൂട്രാലൈറ്റ് ഡെയിലി എന്ന് പറയുന്ന അതില് ആ ടാബ്ലറ്റിനകത്ത് നോക്കാം എന്താ ഉള്ളത്. ആകെ 27 കണ്ടന്റേ ഉള്ളൂ. ഫ്രൂട്ട് ബ്ലൻഡ് ഇല്ല, അമിനോ ആസിഡ്സ് ഇല്ല, വൈറ്റമിൻസും മിനറൽസും മാത്രം. അതും എല്ലാ വൈറ്റമിൻസും ഇല്ല, വളരെ കുറച്ച് വൈറ്റമിൻസേ ഉള്ളൂ. ഇത് കഴിക്കുന്ന വ്യക്തി തന്നെ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും വേറെ കഴിക്കുന്നുണ്ട്. അത് 3000 രൂപയാണ്. വൈറ്റമിൻ സിയുടെ ഒരു കണ്ടന്റ് 30 ദിവസത്തെ ഒരു പാക്കറ്റ് ഞാൻ കണ്ടതാണ് 3080 രൂപ. അപ്പൊ ഇതിനകത്ത് അത്രയും പോലും ഇല്ല. എന്നിട്ടും അവർക്ക് ഇത്രയും വിലയാകുന്നുണ്ട് ഒരു ദിവസത്തേക്ക്. അപ്പൊ നമ്മുടെ ഗുളികയുടെ വില എന്ന് പറയുന്നത് കൊടുക്കുന്ന പൈസയ്ക്ക് തക്കതായ മൂല്യം കിട്ടുന്ന വ്യക്തിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതാണ് ഇത്രയും നമുക്ക് സ്ലൈഡ് വഴി പോകാനുള്ളത്. ഇനി അല്പം കാര്യം 8:30 ആയി, എന്നാലും പെട്ടെന്ന് ഞാൻ സെല്ലിംഗ് ടിപ്പും കൂടെ പറഞ്ഞു തരാം. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കേണ്ട സെല്ലിംഗ് ടിപ്പ് എന്ന് പറയുന്നത്, ഒരു വീട്ടിൽ ചെന്ന് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവിടെ പുരുഷന്മാരും അവരുടെ ഗ്രഹനായകനും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. സ്ത്രീയുടെ പെൺകുട്ടിയുടെ ആരോഗ്യത്തെ പറ്റി അവരോടാണ് സംസാരിക്കേണ്ടത്. അവരോട് സംസാരിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും അധികം ക്ഷീണം അനുഭവപ്പെടുന്ന ആൾക്കാർക്ക്, ഇപ്പം ചിലര് അങ്ങനെ വെല്ലി നിൽക്കും നമ്മളോട്, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഓക്കെയാണ്. ഇപ്പൊ പ്രസവാനന്തരം 4 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ ഇരട്ട കുട്ടികളുള്ള ഒരു സിറ്റുവേഷൻ, റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണിത്. ഇരട്ട കുട്ടികളുള്ള ഒരമ്മ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നു. അമ്മയുടെ കൂടെ അമ്മായിയമ്മയുണ്ട്, അമ്മായിയമ്മയുടെ അമ്മായിയമ്മയുണ്ട്. 3 തലമുറ, 4ാമത്തെ തലമുറ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ഫാമിലിയില് ഒരു ന്യൂട്രിചാർജിലെ വീരാംഗന ക്ലബിലെ ഒരു അംഗം സെയിലിന് പോയ ഒരു എക്സ്പീരിയൻസ് ആണ്. 2 കുട്ടികളും ഓക്കെയാണ്, അവരുടെ നോട്ടത്തിൽ ഓക്കെയാണ്. സ്ത്രീ പറയണത് ഞാൻ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു, എൻ്റെ അമ്മയുടെ അമ്മ ഇങ്ങനെയായിരുന്നു, എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഇതേ സിറ്റുവേഷൻ. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല, ഞാൻ ആഹാരം വീട്ടിൽ നിന്ന് പാകം ചെയ്തുണ്ടാക്കുന്നു, കൃഷിയുണ്ട്, കൃഷിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളാണ്, പുറത്തേതൊന്നും വാങ്ങിക്കാറില്ല. ഒരുപാട് ന്യായങ്ങൾ നിരത്തുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് അവിടെ ന്യൂട്രിചാർജ് വുമൺ പറഞ്ഞു കൊടുക്കാവുന്നത്? അവരെ പഴയ കാലത്തെ ഒരു കാര്യം, അവരുടെ ഒരു പഴയ ഫോട്ടോ എടുത്ത് കമ്പയർ ചെയ്ത്, പണ്ട് നിങ്ങൾ ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ഇങ്ങനെയാണ്, അവർക്ക് ചിന്തിക്കാൻ ഒരു ഘടകം ഇട്ട് കൊടുക്കുക. രണ്ടാമത്, അവരുടെ ഉള്ളിൽ നടന്ന മാറ്റങ്ങളെ പറ്റി അവരെ ഒന്ന് ബോധവതിയാക്കുക. സാധാരണഗതിയിൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് എപ്പോഴും ഒരു കുട്ടിയായിരിക്കും ഉണ്ടായിരിക്കുക, വളരെ റെയർ ആയിട്ടാണ് 2 കുട്ടികൾ. അപ്പോ ആ വീട്ടിൽ ന്യൂട്രിചാർജ് കിഡ്സും ന്യൂട്രിചാർജ് വുമണും എങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പൊ ന്യൂട്രിചാർജ് ഒരു പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്നപ്പോ അമ്മ കഴിക്കുന്ന ഭക്ഷണം ഒരു കുഞ്ഞിന് പോകുമ്പോൾ അത് കറക്റ്റ് ആണ്, ഓക്കെ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അമ്മ കഴിക്കുന്നു, ഡിവൈഡ് ചെയ്യാതെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ കിട്ടുന്നു എന്ന് വെക്കുക. അത് 2 കുട്ടികൾക്കായിട്ട്, 2 കുട്ടികൾ വയറ്റിലുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് 2 പേരുടെ ആഹാരം 3 പേരുടെ ആഹാരം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഉള്ള ആഹാരം ഡിവൈഡ് ചെയ്തു പോവുകയാണ്, പോഷകതത്വങ്ങൾ 2 കുട്ടികളിലായിട്ട് ഡിവൈഡ് ചെയ്തു പോകുന്നു. പിന്നീട് കുട്ടികൾ പുറത്തു വരുമ്പോ ഈ ഒരു കുറവ് അവർക്ക് ഉണ്ടാവാം. ഒരാൾക്ക് കിട്ടേണ്ടത് 2 പേര് കഴിച്ചപ്പോൾ നാച്ചുറലി അവിടെ ഒരു കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? അമ്മ ഒരു പ്രഗ്നൻസിയുടെ സ്ട്രെസ്സിന് പകരം 2 പ്രഗ്നൻസിയുടെ സ്ട്രെസ് എടുത്ത് അവരുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ എനർജി ഒരുപാട് പോയിട്ടുണ്ട്. ഒരാളെ ഫീഡ് ചെയ്യുന്നതിന് പകരം 2 പേരെ അവർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 4 വയസ്സായി 2 പേരെ ഫീഡ് ചെയ്തു. പുറത്ത് അവരുടെ കാര്യങ്ങൾ 2 പേരുടേതാണ് നോക്കുന്നത്. എക്സ്ട്രാ എനർജിയാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. പ്രായമായി കഴിയുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട്. ഇപ്പൊ നിങ്ങൾ ഈ 4 വയസ്സായ കുട്ടികളിൽ ഈ 4 വർഷം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉള്ളിൽ മനസ്സിലാകും. ആ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിച്ച ഫോട്ടോകൾ എടുപ്പിക്കുക അവരെ കൊണ്ട്. ആ ഫോട്ടോയിലൊന്നും മിക്കവാറും ആ സ്ത്രീ കാണില്ല, ഓടി നടന്ന് ജോലി ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ ഇല്ലാതെ? അപ്പൊ ഞാൻ അടുക്കളയിലായിരുന്നു, അപ്പൊ ഞാൻ അവർക്ക് ജ്യൂസ് എടുക്കായിരുന്നു, ഞാൻ അവർക്ക് ഭക്ഷണം എടുക്കായിരുന്നു,
അതിഥികളെ സൽക്കരിക്കുന്ന തിരക്കിലായിരുന്നു. അതാണ് ഞാൻ ഫോട്ടോയിൽ ഇല്ലാതിരുന്നത്. പക്ഷെ അവരെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക, നിങ്ങൾ ഈ ജോലിയെല്ലാം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മകൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ട കാര്യമാണ്. ഈ ഓർമ്മകൾ നമുക്ക് പിൽക്കാലത്ത് മക്കൾ വളർന്ന പ്രായമായി ജോലിക്കാരായി അവർ വീട് വിട്ടുപോയി നാട് വിട്ട് പുറത്തു പോകുമ്പോഴും പഴയ ഓർമ്മകൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ അവരുടെ ഓർമ്മ ചിത്രങ്ങളിൽ ഒന്നും നമ്മൾ ചിത്രമായിട്ടില്ല. എന്തുകൊണ്ട്? ഇപ്പൊ നമ്മളെ അവരുടെ ഭാഗമാക്കി മാറ്റാൻ ഈ ഓർമ്മകൾ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സമയം കണ്ടെത്തണം, എനർജി ഉണ്ടാവണം അതിന്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ആ ഒരു നഷ്ടത്തെ നികത്തി നമ്മളെ അങ്ങനെ ഒരു ബോധമുള്ളവരാക്കി തീർത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ ഒരു ഓർമ്മകൾ ഉണ്ടാക്കി വെക്കുക എന്തായാലും മേക്കിംഗ് മെമ്മറീസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം, ആ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുക. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന നഷ്ടത്തെ നികത്താൻ പറ്റില്ല, പക്ഷെ മുൻപോട്ട് ആ നഷ്ടം കൊണ്ട് നിങ്ങൾക്ക് വേറെ നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് കഴിക്കാം. ഈ മക്കൾ പ്രായമായി ദൂരെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പ്രായമായിരിക്കില്ല, നിങ്ങൾ കുറച്ചും കൂടെ വയസ്സാകും. ഇപ്പൊ ഈ എനർജി ഹെവി ആയിട്ട് നഷ്ടപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ വയസ്സുകാലം എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കും, ശാരീരിക ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും. ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെ മെച്ചമായിരിക്കും. ആ ഒരു അവസരത്തിൽ നിങ്ങൾ മക്കൾക്ക് ഭാരമാകാതിരിക്കാൻ, മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു തടസ്സമാവാതിരിക്കാൻ, അവർക്ക് നിങ്ങൾ ഒരു ഭാരമായിട്ട് തീരാതിരിക്കാൻ നിങ്ങൾ ന്യൂട്രിചാർജ് വുമൺ ഇന്ന് കഴിച്ചാൽ വരും കാലങ്ങളിൽ മക്കളുടെ കൂടെ ലൈഫ് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ മെമ്മറികൾ ഉണ്ടാക്കി വെക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇങ്ങനെ പറഞ്ഞ് അവിടെ ന്യൂട്രിചാർജ് വുമൺ സെയിൽ ചെയ്യാം. അങ്ങനെ വേറിട്ട ഒരു ചിന്ത ആ സ്ത്രീയിൽ ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റൂ. ഇല്ലെങ്കിൽ അവർ കമ്പയർ ചെയ്യുന്നത്, ഞാൻ 2 മക്കളെ പ്രസവിച്ചിട്ടുള്ളൂ, എൻ്റെ അമ്മയാണെങ്കിൽ 5-6 മക്കളെ പ്രസവിച്ചു, അമ്മയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രസവിച്ചു, അവരാരും ന്യൂട്രിചാർജ് വുമൺ എടുത്തിട്ടല്ല ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം അവർ മറന്നു പോകുന്നത്, ആ അമ്മയുടെ അമ്മയും ഇന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ സ്ത്രീയെ മാത്രമാണ്. വരും കാലങ്ങളിൽ അവരും ഉണ്ടാവില്ല സപ്പോർട്ടിന്, ഇവരൊറ്റയ്ക്കായിരിക്കും, മക്കളും ഉണ്ടാവില്ല സപ്പോർട്ടിന്. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ ഓരോ സ്ത്രീക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട അതേ പാഠം തന്നെയാണ് 30കളിലുള്ള സ്ത്രീക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. സ്വയം ഡിപ്പെൻഡന്റ് ആയിട്ടിരിക്കാൻ, മറ്റൊരു വ്യക്തിക്ക്, അതായത് പ്രത്യേകിച്ച് സ്നേഹിച്ച് വളർത്തുന്ന മക്കൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലും നമ്മൾക്ക് അവരെ പറ്റി ഓർത്ത് സങ്കടപ്പെടാതെ, അവരെന്നെ നോക്കിയില്ല എന്നോർത്ത് സങ്കടപ്പെടാതിരിക്കണമെങ്കിൽ സ്വയം പ്രാപ്തിയുള്ള സമയത്ത് നമ്മൾ നമ്മളെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ ന്യൂട്രിചാർജ് കിഡ്സ് ആ വീട്ടിൽ സെയിൽ ചെയ്യാം. എങ്ങനെയാണ്? 2 പേർക്ക് കിട്ടേണ്ടത് ഒരാൾക്ക് കിട്ടേണ്ടത് 2 പേർക്കാണ് പോയത്. അപ്പൊ അവിടെ ഡെഫിഷ്യൻസിയോട് കൂടിയാണ് വന്നിട്ടുള്ളത്. പക്ഷെ 2 പേരുടെ അവകാശങ്ങൾ തുല്യമാണ്. ഒരു പൗരൻ എന്ന നിലയിൽ അവർ വളർന്നു വരുമ്പോൾ അവകാശങ്ങൾ തുല്യമാണ്. ശരീരത്തിന്റെ ഡെവലപ്മെന്റ് 2 പേർക്കും ഒരുപോലെ ആവശ്യമാണ്. അപ്പൊ അതിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇപ്പൊ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെ ന്യൂട്രിചാർജ് കിഡ്സും കൂടെ കൊടുത്താൽ അവര് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ജെന്റിൽമാൻ ആയിട്ട് അവർ വളർന്നു വരും. ഇങ്ങനെയാണ് നമ്മൾ അവരൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി ആർക്കൊക്കെ ന്യൂട്രിചാർജ് വുമൺ കൊടുക്കാം? എന്തൊക്കെ പ്രോബ്ലത്തിന്? തൈറോയിഡ് പ്രോബ്ലത്തിന് കൊടുക്കാം. തൈറോയിഡ് പ്രോബ്ലം ഉള്ള ലേഡീസിനോട് ന്യൂട്രിചാർജ് വുമണിൽ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം കൂടെ ഒന്നിച്ച് അതിന് ശരിക്കും പറഞ്ഞ ഒരു പാക്കേജ് ഉണ്ട്. അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾക്ക് സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർക്ക് കൊടുക്കാം. ആർത്രൈറ്റിസ് ഉള്ളവർക്ക് ന്യൂട്രിചാർജ് വുമൺ കൊടുക്കാം. കാലിന്റെ മസിൽ പിടുത്തമുള്ളവർക്ക് ന്യൂട്രിചാർജ് വുമൺ കൊടുക്കാം. പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലം ഉള്ളവർക്ക് കൊടുക്കാം. ഫൈബ്രോയിഡ് ഉള്ളവർക്ക് കൊടുക്കാം. ഒവേറിയൻ സിസ്റ്റ് ഉള്ളവർക്ക് കൊടുക്കാം. പക്ഷേ നമ്മൾ രോഗികളെ മാത്രം തെരഞ്ഞു പോവരുത്. എല്ലാ സ്ത്രീകൾക്കും, പീരിയഡ്സ് ആയ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കാം. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യണം. രോഗികളെ രോഗശമനത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞു പിടിക്കാതെ രോഗികളല്ലാത്ത വ്യക്തികൾ നമ്മുടെ കൂടെയുണ്ട്, അവർക്ക് ന്യൂട്രിചാർജ് വുമൺ കൊടുത്ത് അവരെ രോഗികൾ അല്ലാതാക്കുന്നതാണ് ഏറ്റവും വലിയ സക്സസ്. മുടികൊഴിച്ചിൽ കൂടുതലുള്ളവർക്ക്, കണ്ണിന് ബുദ്ധിമുട്ടുള്ളവർക്ക്, പിന്നെ അവരോട് പറയേണ്ടത്, ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു കാരണം പറഞ്ഞെടുക്കുന്നെങ്കിലും നിങ്ങളുടെ ഹാർട്ട് നോർമലായിട്ട് വർക്ക് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും, ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യും, ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്യും, ഇങ്ങനെയുള്ള കാര്യം, കൊളസ്ട്രോൾ കൂടാതിരിക്കും, നിങ്ങളുടെ ഫാറ്റ് കുറയും, നിങ്ങളുടെ തടി കുറയാൻ ഇത് സഹായിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ നമുക്ക് ഒരു സ്ത്രീയിൽ പൂർണ്ണമായിട്ടും കണ്ടുപിടിച്ചു കൊടുക്കാൻ പറ്റും. രോഗികളെ അന്വേഷിച്ചു പോകുന്നതിനേക്കാൾ എളുപ്പം കുറച്ചും കൂടെ കൺവിൻസിങ് ആയിട്ട് നമുക്ക് രോഗം ഇല്ലാത്തവരെ രോഗിയാകാൻ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ അങ്ങനെ ഒരു അവബോധം സ്ത്രീകളുടെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുത്താൽ, അതുപോലെ തന്നെ ഭാവി തലമുറയെ ക്യാരി ചെയ്യാനുള്ള ഒരു വ്യക്തിയാണ് സ്ത്രീ എന്ന് പറയുന്നത്. സ്ത്രീയിലൂടെ മാത്രം ജന്മം പൂർണ്ണമാകുന്നുള്ളൂ, നമ്മുടെ ഒരു ജീവിതം പൂർണ്ണമാകുന്നുള്ളൂ. അങ്ങനെയുള്ള അവയർനെസ് ടീനേജ് മുതൽ, കുട്ടികളിൽ മുതൽ ഈ ഒരു ബോധം എത്തിച്ചു കൊടുത്താൽ
നമുക്കത് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. വരുന്ന 7 ദിവസങ്ങളിൽ മാക്സിമം ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് സെയിൽ ചെയ്യുക. ഒരു വീട്ടിൽ ഒരു സ്ത്രീയെങ്കിലും ഇല്ലാതിരിക്കില്ല. അപ്പോൾ ഒരു സ്ത്രീക്കെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോ ന്യൂട്രിചാർജിന്റെ കമ്പനി തന്നെ മുന്നോട്ട് വെക്കുന്നത് ന്യൂട്രിചാർജ് വുമൺ സെയിലില് മീൻസ് അത് കുറച്ചും കൂടെ കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇന്റൻഷൻ. കുറച്ചും കൂടെ പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ വിദൂരമല്ലാത്ത ഒരു സമയത്ത് നമുക്ക് അവരുമായിട്ടൊരു നല്ല എക്സ്ക്ലൂസീവ് മീറ്റിംഗ് കിട്ടും. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാൻ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾക്ക് ഉത്തരമായിട്ടും അവർ നമ്മുടെ മുമ്പിൽ വരും. സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാം. ഇതോട് നമ്മുടെ ക്ലാസ് ഇവിടെ തീർക്കാണ്. ഇനി എന്തെങ്കിലും സംശയം ഉള്ളവർക്ക് ചോദിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ പേഷ്യന്റ് ലിസണിങ്.